ഉണരു നീ വചനമേ, ഉണരു നീ നാദമായി, ഉണരു നീ വചനമേ, ഉണരു നീ ജീവനായി, ഉണരു നീ. ഈ ധ്യാനത്തിൻ്റെ അവസാന ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അതിൻ്റെ എല്ലാ അവസ്ഥകളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അഭിഷേകം നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും നമ്മളായിരിക്കുന്ന അവസ്ഥകളുടെ മേലും വന്നു ചേരുവാൻ ദൈവത്തോടെ സമയം പ്രാർത്ഥിക്കട്ടെ. പൂർണ്ണമായും പ്രസാദപരാവസ്ഥയിലായിരിക്കുന്ന ദൈവജനത്തിൻ്റെ മേൽ കർത്താവ് തൻ്റെ കരുണ ചൊരിയുമാറാകട്ടെ. സകല തടസ്സങ്ങളും എന്തെല്ലാം നിയോഗങ്ങളുമായി വന്നുവോ ആ തടസ്സങ്ങളെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ഏറ്റെടുത്ത് വിശുദ്ധീകരിക്കട്ടെ. നമ്മളെ ഭരിച്ചിരുന്ന വ്യക്തിപരമായി പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തിയിരുന്ന കുദാശകർമ്മങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റിയിരുന്ന ചില തിന്മയുടെ കെട്ടുകൾ എടുത്തു മാറ്റി അനുഗ്രഹിച്ച് ആശീർവദിച്ച് വിടുന്ന കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം. നമ്മളെ വഴി നടത്തുന്ന ദൈവം, നമ്മളെ പരിപാലിക്കുന്ന ദൈവം, എല്ലാ തിന്മകളിൽ നിന്നും പാപത്തിൽ നിന്നും പാപസാഹചര്യങ്ങളിൽ നമ്മളെ കാത്തു പരിപാലിക്കുന്നവൻ, അവൻ അനന്തമായ കരുണയോർത്ത് നമുക്ക് നന്ദി പറയാം. ദൈവാത്മാവിനാൽ നിറയപ്പെടുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ദൈവാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ കടന്നു വരുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ആത്മാവിൻ്റെ ശക്തിയാൽ ഇനിയുള്ള ജീവിതത്തിൽ വഴി നടത്തപ്പെടുവാൻ, നന്മതിന്മകളെ തിരിച്ചറിയുവാനുള്ള വിവേകം, ആത്മാക്കളെ തിരിച്ചറിയാനുള്ള വിവേചനത്തിൻ്റെ ശക്തി നമുക്ക് നൽകുവാനായിട്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് നീ എന്നോട് സംസാരിക്കണമേ, ആ കൃപ നീ എനിക്ക് നൽകണമേ. ആരെല്ലാം എൻ്റെ മുന്നിൽ വരുന്നുവോ അതിൽ നിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നവരെ കർത്താവെ നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ലോകത്തിൻ്റെ ദുഷ്ടാരൂപികളുടെ സൈന്യങ്ങളിൽ നിന്ന് എന്നെ സംരക്ഷിക്കുവാൻ, എൻ്റെ മുന്നിലായിരിക്കുന്നത്, എൻ്റെ ഇടവും വലവും എൻ്റെ മുന്നിലും പുറകിലുമായിരിക്കുന്ന വ്യക്തികളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ഓ പരിശുദ്ധാത്മാവേ നൽകണമേ. അതിനെ തിരിച്ചറിയുവാനുള്ള കൃപ നീ എനിക്ക് നൽകണമേ. പാപത്തിൽ വീഴാതെ ജീവിക്കാനുള്ള കൃപ നൽകണമേ. തിന്മയുടെ ആധിപത്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുവാനുള്ള കൃപ ദൈവമേ നൽകണമെന്ന് ഈ സമയം പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടാൻ നമുക്ക്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഓഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഓഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഓഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരിക്കാം. പ്രിയമുള്ളവരെ, ഇത് ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസം, പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയുന്ന ദിവസം, ആത്മാവിൻ്റെ ശക്തി സ്വീകരിക്കുന്ന ദിവസം. നമ്മളിലുള്ള എല്ലാ കുറവുകളും പോരായ്മകളും കർത്താവ് എടുത്തു മാറ്റി വിശുദ്ധ കുമ്പസാരത്തിലുള്ള നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് പാപമോചനം നൽകി നമ്മൾ വിശുദ്ധീകരിക്കുന്ന നമ്മുടെ നല്ല ദൈവം തൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ 3 ദിവസങ്ങളിലായി ഈശോയോട് കൂടെ അവൻ്റെ ഭവനത്തിൽ നമ്മളായിരിക്കുമ്പോൾ, ഈ വചനക്കൂടാരത്തിനകത്ത് നമ്മളായിരിക്കുമ്പോൾ, നമ്മൾ കേട്ടതും നമ്മൾ അനുഭവിച്ചതും നമ്മൾ കണ്ടതും നമ്മൾ എന്താ പറയുക, നമ്മുടെ വ്യക്തിപരമായി നമ്മുടെ ശരീരത്തിൽ നിന്ന് അസ്വസ്ഥതകളൊക്കെ മാറിയതും എല്ലാം
ദൈവത്തിൻ്റെ വലിയ പരിപാലനയായി കണ്ടുകൊണ്ട് ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ ഒരുങ്ങി പ്രാർത്ഥിക്കണേ. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെയും അഭിഷേകത്തെയും സ്വീകരിച്ച് ലഭിച്ച പരിശുദ്ധാത്മാവിനെ അനേകർക്ക് പകർന്നു കൊടുക്കുന്നവരായിട്ട് ജീവിച്ച് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നവരെല്ലാം ഈ ദിവസം നിങ്ങൾ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം. ആരെയെല്ലാം പ്രത്യേകം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ അവരെല്ലാം കർത്താവ് ഈ ദിവസം തൊടും. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചെയ്യുന്ന അഭിഷേക പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അതിൻ്റെ 7 മടങ്ങ് നിങ്ങളിലേക്ക് കടന്നു വരാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മുന്നിലും പിന്നിലും ഇരുവശങ്ങളിലും നിൽക്കുന്ന വ്യക്തികളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കണം. നന്മ തിന്മകളെ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി കാംക്ഷിക്കുന്നത് നമ്മുടെ നന്മയാണോ, നമ്മളെ നശിപ്പിക്കാൻ സാത്താൻ അയച്ചതാണോ എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന ഓരോ ഉദ്യമങ്ങളിലും നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ അടുത്ത് വരുന്നവരെ പൂർണ്ണമായി നിങ്ങൾ വിശ്വസിക്കരുത്. സ്ട്രേഞ്ചേഴ്സിനെ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. പുതിയൊരു ജോലി മേഖല, പുതിയൊരു വരുമാന സ്രോതസ്സൊക്കെ ദൈവം തുറന്നു തരുമ്പോൾ പോകുന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ പഠിക്കാനായിട്ട് പോകുന്ന സ്ഥലങ്ങളിലൊന്നും കൂടെ ആയിരിക്കുന്നവരെ ചില സ്വാധീനങ്ങൾ ഉള്ള വ്യക്തികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരെയും പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിക്കരുത്. എല്ലാവരെയും സ്നേഹിക്കാം, ആരെയും വിശ്വസിക്കരുത്. ഒരാളെപ്പോലും നിങ്ങൾ വിശ്വസിക്കില്ലേ. കാരണം നിങ്ങളെ നശിപ്പിക്കാനുള്ള വ്യക്തിയെ സാത്താൻ അതാത് സമയം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് വന്നു ചേരും പല വ്യക്തികളിലൂടെ നിങ്ങളുടെ കൃപയെ നശിപ്പിക്കാനുള്ളത്. ഒരു ധ്യാനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ട് കൂടിച്ച് 3 ദിവസം നിങ്ങൾ ആ പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിലാണെങ്കിൽ ബാക്കിയുള്ള 9 ദിവസം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അതിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തി ഏറ്റവും കൂടുതൽ ചാർജ് എടുക്കുന്ന ദിവസങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് 9 ദിവസം. ആ തിന്മ നിങ്ങളടിച്ച് ഈ കൃപ നഷ്ടപ്പെടുത്താനുള്ള എല്ലാ വഴിയും പാപവും പാപ സാഹചര്യങ്ങളും നിങ്ങൾക്ക് കൊണ്ടുതരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധ്യാനം കൂടിയവരാണ് ധ്യാനം കൂടാത്തവരെക്കാൾ ശ്രദ്ധിക്കേണ്ടത്. ധ്യാനം കൂടാത്തവരെ സാത്താൻ മൈൻഡ് ചെയ്യില്ല. കാരണം അതങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ പാപത്തിൽ. ധ്യാനം കൂടിയ വ്യക്തികളെ സംബന്ധിച്ച് അവർ പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കൊണ്ട് വീണ്ടും അഗെയിൻ അവൻ്റെ ആ ഒരു സർക്കിളിനകത്തേക്ക് നിങ്ങളെ എത്തിക്കാൻ അവൻ ശ്രമിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉത്കണ്ഠകൾ, നിങ്ങളുടെ നിരാശ, നിങ്ങളുടെ മനം മടുത്തു പോകുന്ന അവസ്ഥകൾ, നിങ്ങളുടെ രോഗങ്ങളൊന്നും നിങ്ങൾ തളർത്തിക്കളയാതിരിക്കട്ടെ. ഈ ഒരു ധ്യാനം കൊണ്ട് എല്ലാം അവസാനിക്കുകയോ എല്ലാം നേടിയെടുക്കുകയോ അല്ല. ഇതൊരു ചൂണ്ടുപലക മാത്രമാണ്. ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറയുന്ന ഒരു ചൂണ്ടുപലക മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒരു ധ്യാനവും ആർക്കും ഒരു പൂർണ്ണത നൽകുന്നൊന്നുമില്ല. പക്ഷേ ഈ ധ്യാനത്തിലൂടെ കിട്ടിയ അറിവും ബോധ്യങ്ങളും വിടുതലും സൗഖ്യവും അഭിഷേകവും ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 14-ാമത്തെ അധ്യായം എടുത്തേ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം 15 മുതലുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. ഹല്ലേലൂയ. ഇത് ദൈവമായ കർത്താവ് പറയുന്നത്, കർത്താവ് ഈശോ മിശിഹാ ഇത് അരുളി ചെയ്യുന്നത് ശിഷ്യരോടാണ് കർത്താവ് ഈ ഒരു വചനം പറയുന്നത്. ശിഷ്യഗണത്തോട്. നിങ്ങൾ നാളെ സുവിശേഷങ്ങളെടുത്ത് വാദിക്കുമ്പോൾ അതിൽ ക്രിസ്തു പൊതുജനത്തോട് സംസാരിച്ച രീതിയും ശിഷ്യരോട് സംസാരിച്ച രീതിയും തമ്മിൽ രാപകൽ വ്യത്യാസമുണ്ട്. പൊതുജനത്തോട് അവൻ തന്നെ പറയുന്നു, ഉപമകളിലൂടെ സംസാരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, പലപ്പോഴും ഈ ഉപമകളുടെ വ്യാഖ്യാനം തന്നെ ശിഷ്യന്മാർക്ക് പോലും മനസ്സിലാവാതിരിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ദൈവം സംസാരിച്ചതിൽ ഞാൻ കേൾക്കേണ്ട വചനത്തെയാണ് എപ്പോഴും ഞാൻ വായിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ,
പൊതുജനത്തോട് കോമൺ ആയിട്ട് ഈശോ സംസാരിക്കുമ്പോൾ ഞാൻ ആ പൊതുജനത്തിൻ്റെ ഗ്യാങ്ങിൽ നിന്നുകൊണ്ട് ദൈവത്തെ ശ്രവിക്കുകയാണ്. ഇപ്പോൾ കർത്താവ് 5 അപ്പം 5000 പേർക്ക് വിഭജിച്ചു കൊടുക്കുന്ന വചനഭാഗം ഞാൻ വായിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാൻ ആ 5000-ൽ ഒരുവനായിട്ട് എണ്ണപ്പെടുകയും കർത്താവ് എന്നോട് പ്രസംഗിക്കുകയും എനിക്ക് അപ്പം മുറിച്ച് തരികയുമാണ് അവിടെ ചെയ്യുന്നത്. ഇങ്ങനെ ഈ വെളിപാടിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിളിൽ നിങ്ങൾ ഏത് അഭിഷേകത്തെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ ബാച്ചിൽ നിന്ന് വേണം നിങ്ങൾ ആ വചനത്തെ വായിക്കാനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനെപ്പോഴും ശുശ്രൂഷകൾക്ക് പോകുമ്പോഴും അല്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഈശോ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തത്, കർത്താവ് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഈ വചനങ്ങളും പിന്നെ ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്ത വചനങ്ങൾ. ഇങ്ങനെയാണ് ഓരോ വചനങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ വചനം, കർത്താവെ നിന്നോടുകൂടെ നീ ഇപ്പോൾ ഈ വചനം നിൻ്റെ 12 പേരോട് നീ പ്രസംഗിച്ചപ്പോൾ ആ കൂട്ടത്തിൽ 13-ാമനായി ഞാൻ നിൽക്കുകയാണ്, നീ എന്നോടുകൂടെ ഈ വചനം ഒരിക്കൽ കൂടെ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ ആ വചനം വായിച്ച് ഞാൻ തന്നെ അത് സ്വീകരിച്ച് അഭിഷേകത്തിൽ നിറഞ്ഞ് അതിനെ ധ്യാനിച്ച് അതിനുശേഷം ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന അഭിഷേകം ഏതുമായിക്കൊള്ളട്ടെ, പ്രിയപ്പെട്ട ദൈവജനമേ, അതെല്ലാം ഈ 4 സുവിശേഷങ്ങളിലൂടെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ശരീരത്തിൻ്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെയുള്ള ഏത് രോഗമായിക്കൊള്ളട്ടെ, ആ രോഗപീഠകളെല്ലാം ഈ 4 സുവിശേഷങ്ങളിലായിട്ട് കർത്താവ് സുഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെല്ലാം കർത്താവ് ഈ വചനത്തിൽ സുഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഈ കാലഘട്ടത്തിലെ പേരുകളിലല്ല സുഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോ രോഗത്തിനും നമ്മളതിനെ മാമോദിസമൊക്കെ പേരിട്ട് വെച്ചിരിക്കുക, ആ പേരിൽ അത് അറിയപ്പെടുക. പ്രിയമുള്ളവരെ, നമ്മളറിയണം, സകല നാമങ്ങൾക്കും ഉപരിയായ നാമമാണ് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമം. അപ്പോൾ നമ്മൾ കേൾക്കുന്ന കടബാധ്യത, ക്യാൻസർ പോലുള്ള നാമങ്ങൾക്ക് ഉപരിയായ ഒരു നാമം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. യേശു എന്നുള്ള നാമമാണ്. അപ്പോൾ യേശു എന്നുള്ള ഈ പരിശുദ്ധ നാമത്തെ നമ്മൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഇതിൻ്റെ അഭിഷേകത്തെ നമ്മൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ പറയുന്നു, നിങ്ങൾ ഏത് അഭിഷേകത്തെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ അഭിഷേകം ദൈവം നൽകപ്പെട്ട ആ വചനഭാഗം വായിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് കർത്താവിൻ്റെ ശക്തിയെ നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങൾ കണ്ണടച്ച ആ വചനഭാഗം വായിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. കർത്താവെ, ഞാനും ഇപ്പോൾ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിഷ്വലൈസ് ചെയ്ത് വേണം നിങ്ങൾ ആ വചനഭാഗത്തെ സ്വീകരിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ഈ വിശുദ്ധ നാട് പോയപ്പോഴും ഇങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും കർത്താവ് അപ്പം വിളമ്പിയ സ്ഥലങ്ങൾ, കർത്താവ് എന്താ പറയുക, അന്ത്യത്താഴത്തിൻ്റെ സ്ഥലങ്ങൾ, കർത്താവിൻ്റെ കുരിശുമരണം, ഇതെല്ലാം ഇങ്ങനെ ചെല്ലുമ്പോൾ, ഞാനിങ്ങനെ ബസ്സിൽ ക്ലാസ് എടുക്കുമ്പോൾ അടുത്ത സ്ഥലത്ത് എത്താറാകുമ്പോൾ, കർത്താവ് ആ ബാച്ചിൽ 5000 പേർക്ക് നീ അപ്പം വിളമ്പിയപ്പോൾ ആ ബാച്ചിലേക്ക് ഞങ്ങളും ജോയിൻ ചെയ്യാണ്. കാരണം ആ സ്ഥലത്ത് ചെന്നിട്ട് അവിടെ എന്തായിരുന്നുവോ ആ ബാച്ചിലേക്ക് ഞങ്ങളും ചെന്ന് നിൽക്കുകയല്ലേ. അപ്പോൾ ആ ബാച്ചിൽ ചെന്ന് നിന്നിട്ട്, കർത്താവെ നിൻ്റെ ശക്തി ഇപ്പോൾ അവരിലേക്ക് അയക്കപ്പെട്ടതുപോലെ ഞങ്ങളിലേക്ക് അയക്കണേ. പ്രിയമുള്ളവർ, അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഒരു വൈബ്രേഷൻ അങ്ങോട്ട് വരും നമ്മുടെ ശരീരത്തിലേക്ക്. വൈബ്രേഷൻ വരും. ഈശോയുടെ ടെംപ്റ്റേഷൻ മൗണ്ട് അവിടെ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിൻ്റെ സാത്താൻ പിശാച് ഈശോയെ പ്രലോഭിപ്പിച്ച മല, ആ ടെംപ്റ്റേഷൻ മൗണ്ടിൽ നമ്മൾ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സകല പ്രലോഭനങ്ങളെ അവിടെ സമർപ്പിച്ച് കർത്താവ് ആ പ്രലോഭനങ്ങളെ സാത്താനിൽ നിന്ന് അതിജീവിക്കാൻ ദൈവം സംസാരിച്ച വചനങ്ങൾ ഉരുവിട്ട് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് സ്തുതിച്ച് ആ അഭിഷേകത്തെ സ്വീകരിച്ച് അവിടെ നിന്ന് മടങ്ങുമ്പോൾ ആ ഗ്യാങ്ങിലേക്ക് നമ്മൾ ചേർക്കപ്പെടുകയാണ്. കർത്താവ് പീഡാസഹനം സ്വീകരിച്ചപ്പോൾ, പ്രിയമുള്ളവരെ, നമ്മളും അത് സ്വീകരിക്കണം. കർത്താവിൻ്റെ സൗഖ്യവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നമ്മൾ സ്വീകരിക്കുന്നതിനോടൊപ്പം നിങ്ങൾ വിട്ടുകളയാതെ പ്രാർത്ഥിക്കേണ്ട വചനഭാഗമാണ് കർത്താവിൻ്റെ പീഡാസഹനങ്ങൾ. കർത്താവിൻ്റെ പീഡാസഹനങ്ങൾ എന്തു വായിക്കുമ്പോഴും 4 സുവിശേഷങ്ങളിൽ നിന്നും വായിക്കണം. ജനനം വായിക്കുമ്പോഴും മരണം വായിക്കുമ്പോഴും പീഡാസഹനം വായിക്കുമ്പോഴും ഒരു സുവിശേഷത്തിൽ നിന്ന് മാത്രം വായിച്ചത് അവസാനിപ്പിക്കരുത്. 4 സുവിശേഷങ്ങളിൽ നിന്നും അത് വായിച്ച് ഓരോന്നിലും ഓരോരോ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് ഓരോരുത്തർക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ വെളിപാടനുസരിച്ചും അനുഭവം അനുസരിച്ചുമാണെങ്കിൽ അതിനെ നമ്മൾ 4 തരത്തിലും സ്വീകരിച്ച് അഭിഷേകത്തെ നിറച്ച് പ്രാർത്ഥിച്ച് ധ്യാനിക്കുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈശോയുടെ നാമത്തിൽ പറയട്ടെ, കൃപ ലഭിക്കും. ഹല്ലേലൂയ.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓഫർ ചെയ്യുന്ന, വാഗ്ദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ, അഭിഷേകം നമ്മളിൽ നിറയപ്പെടണം പ്രിയപ്പെട്ടവരെ. ആ കൃപയാണ് മുന്നിൽ നിൽക്കുന്നത്. വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് നമുക്ക് കിട്ടണം, നമുക്ക് ബോധ്യം കിട്ടണം. ഇതിപ്പോൾ സംഭവിക്കും എന്നുള്ളത് കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ സംസാരിക്കണം. എങ്കിലേ നിങ്ങൾക്ക് വഴി തെറ്റാതിരിക്കൂ. അതല്ലെങ്കിൽ വഴി തെറ്റ്. നിങ്ങൾ എത്ര ധ്യാനം കൂടും? നിങ്ങൾക്ക് ഓരോ ക്രൈസിസ് വരുമ്പോൾ നിങ്ങൾ ധ്യാനം കൂടുമോ? ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ധ്യാന ഗുരുക്കന്മാരുടെ അടുത്തേക്ക് നിങ്ങൾ ഓടുമോ? പ്രിയമുള്ളവർ, അത് പറ്റില്ല. നിങ്ങൾ ഈ കൃപ സ്വീകരിക്കണം. നിങ്ങൾ ഈ കൃപയിൽ വളരണം പ്രിയപ്പെട്ടവരെ. ഈശോ ആഗ്രഹിക്കുന്നത് അതാണ്. ശുശ്രൂഷകനും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവനും ഒന്നായി തീരണമെന്നുള്ളതാണ് ഈശോയുടെ ആഗ്രഹം. അതായത് നിങ്ങൾ വചനം പ്രസംഗിക്കാനല്ല ഞാൻ പറയുന്നത്, അറ്റ്ലീസ്റ്റ് നിങ്ങൾ പരിശുദ്ധാത്മാവ് തരുന്ന ബോധ്യങ്ങൾ, തിരിച്ചറിവുകൾ, ആ ഒരു സ്പിരിറ്റ് ഓഫ് ഡിസേൺമെൻറ്റ്, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു എന്താ പറയുക, നിങ്ങൾ അവെയർ ആയിരിക്കണം. കർത്താവിൻ്റെ നന്മയാണോ ഇത് തിന്മയാണോ? ഈ സംസാരിക്കുന്നത് എനിക്ക് ഉപകാരത്തിനാണോ ഉപദ്രവത്തിനാണോ? ഞാൻ ഈ എടുക്കുന്ന ഉദ്യമം എനിക്ക് വിജയിക്കുമോ അതല്ലെങ്കിൽ അത് പരാജയമാകുമോ? ഇതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു നോക്കി അത് കറക്റ്റ് കർത്താവിൻ്റെ ഹിതമാണോ എന്ന് അറിയേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്, അവകാശം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ എന്താ പറയുക, സ്വർഗം നിങ്ങൾക്ക് തന്നിരിക്കുന്ന മാമോദിസായിലൂടെ നിങ്ങൾ സ്വീകരിച്ച അവകാശമാണ്. നിങ്ങൾ എന്തിനത് നഷ്ടപ്പെടുത്തി ജീവിക്കണം പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഓരോ ധ്യാനത്തിന് നിങ്ങൾ പോകുമ്പോഴും നിങ്ങളുടെ ഇൻറ്റൻഷൻസ് ഓക്കെ സമർപ്പിച്ചോ, അതൊരു വഴി മാത്രമായിരിക്കണം. പക്ഷേ നിങ്ങളുടെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കൃപ സ്വീകരിക്കണം. എത്ര ധ്യാനങ്ങൾ കൂടിയാലും കൃപ തന്നെ ചോദിക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കല്ലേ, കൃപ ചോദിക്കുക. നിങ്ങൾ യേശുവിനോട് കൃപ മാത്രം ചോദിക്കുക. കർത്താവേ, നിൻ്റെ കൃപ, നിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന ബോധ്യങ്ങൾ, സന്ദേശങ്ങളെ വെളിപ്പെടുത്തി തരണമേ എന്ന് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കലും ഞാൻ ഒരു ടീമുമായിട്ട് ഞങ്ങളിങ്ങനെ ഇവിടെ കോഴിക്കോട് ധ്യാനത്തിന് പോയി. ഇവിടെ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനത് പറഞ്ഞിട്ടുണ്ട് പല ധ്യാനങ്ങളിലും. ധ്യാനത്തിന് പോകുമ്പോൾ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് അച്ഛനും ഒരു സിസ്റ്ററും ഉണ്ട്, പാട്ടുകാരനുണ്ട്, ഞാനും ഉണ്ട്. അപ്പോൾ ഞാൻ ആ വണ്ടി ഡ്രൈവ് ചെയ്യണം. അതൊരു അച്ഛൻ ഡ്രൈവ് ചെയ്ത് പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. രാവിലെ അവിടെ ധ്യാനം തുടങ്ങി, അതിനുമ്പോൾ അവിടെ എത്തണം. വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്തെത്തി, ഒരു വലിയൊരു ടേണിങ്ങിൻ്റെ ആ ഭാഗത്തെത്തി. കുറേ വർഷം മുൻപാണ്. ഇപ്പോൾ അവിടെ റോഡ് പണിയെല്ലാം വന്ന്, ഹൈവേ വന്ന് മറ്റ് വികസനങ്ങളൊക്കെ ആയി. പക്ഷെ അതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഒരു സ്ഥലത്തെത്തിയപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായിട്ടുള്ള ബോധ്യം ഒന്ന് വണ്ടി സൈഡിലേക്ക് ഒതുക്കാൻ പറഞ്ഞു. ഞാൻ വണ്ടി അവിടെ മാറ്റി അവിടെ സൈഡിൽ ഒതുക്കി. പുറകിൽ നിന്ന് അച്ഛൻ എന്നെ ദേഷ്യപ്പെട്ട് സംസാരിക്കുക. എന്നോട് ആര് പറഞ്ഞു വണ്ടി ഒതുക്കാനായിട്ട്? അവിടെ എത്തേണ്ടല്ലേ, ഇനി നിസ്സാര സമയമുള്ളൂ, ഇനി എപ്പോൾ എത്താനാന്ന് വെച്ചിട്ട് ഞാൻ അച്ഛാ പരിശുദ്ധാത്മാവ് പറയുന്നു വണ്ടി ഒതുക്കാൻ. ഞാൻ വണ്ടി ഒതുക്കി. അച്ഛൻ വീണ്ടും പറഞ്ഞു വണ്ടി എടുത്തോ, കുഴപ്പമില്ല, നമുക്ക് പ്രാർത്ഥിച്ചാൽ. പറ്റില്ല അച്ഛാ, എനിക്ക് രണ്ടാമത് പരിശുദ്ധാത്മാവ് വീണ്ടും പറയണം വണ്ടി എടുക്കാൻ, അന്നേരം ഞാൻ എടുക്കുള്ളൂ. അവിടെ തന്നെ ഞാൻ കാറ് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ ചോദിച്ചു, എന്നാൽ വീണ്ടും ചോദിക്കുക, സ്തുതിക്കുക, എന്നിട്ട് അടുത്ത സന്ദേശം എടുക്കുക, എന്താ വീണ്ടും പറയുന്നതെന്ന് നോക്കാൻ പറഞ്ഞു. വീണ്ടും ഞങ്ങൾ സ്തുതിച്ചു. ഞാൻ പറഞ്ഞു വീണ്ടും സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് 100 മീറ്റർ വീണ്ടും പുറകിലേക്ക് എടുത്തിടാൻ പറഞ്ഞു. വീണ്ടും ഞാൻ വണ്ടി എടുത്ത് 100 മീറ്റർ പുറകിലേക്ക് മാറ്റിയിട്ടു. ആ സൈഡിലേക്ക് ചേർത്തിരിക്കുക. ഞാൻ മാറ്റിയിട്ടതിന് മുന്നിലായിട്ടൊരു വലിയൊരു മരം നിൽക്കുന്നുണ്ട്. ഇത് മാറ്റിയിട്ട് ഒരു 3 മിനിറ്റ് 2 മിനിറ്റോ ആയില്ല. പിന്നെ കാണുന്നൊരു വലിയൊരു ലോറി ഇങ്ങനെ വന്ന് മറിഞ്ഞ് ഞങ്ങൾ വണ്ടി നിർത്തിയിരുന്ന ആ സ്പോട്ടിൽ വന്ന് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുക. പ്രിയമുള്ളവരെ, ഞങ്ങൾ ആ വണ്ടി എടുത്ത് പോയിരുന്നെങ്കിൽ ഞങ്ങൾക്കുള്ള ചക്ക അത് തീരും. ഇപ്പം ഇത് നമ്മൾ ചോദിച്ചതല്ല. ഇത് കർത്താവ് പോകുന്ന വഴിയല്ല, നീ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. പ്രാർത്ഥിച്ചുകൊണ്ട് പോകും. ജപമാല കയ്യിലുണ്ടാവും. സ്റ്റിയറിങ് ഒരു കയ്യിൽ സ്റ്റിയറിങ് ആണെങ്കിൽ മറ്റു കയ്യിൽ ജപമാലയില്ലാതെ വണ്ടി ഓടിക്കാറില്ല. അത് ഇപ്പോഴും വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. ഇത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മുന്നിൽ വരുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കുഴിയിൽ പെടരുത്. ഇതൊരു അപകടത്തിൻ്റെ ആണെങ്കിൽ നാളെ ഒരു പാപത്തിൽ നമ്മൾ പെടരുത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് പറയുന്നത്, ആരും നിങ്ങളെ ലീഡ് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കേണ്ട. തെറ്റുപറ്റും. നിങ്ങളെ ലീഡ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാത്രമായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളെ വഴി നടത്തുന്നതും നിങ്ങളെ സംരക്ഷിക്കുന്നതും നിങ്ങളെ കൊണ്ട് നടക്കേണ്ടതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ലാതെ മറ്റാരുമാകാൻ നിങ്ങൾ സമ്മതിക്കരുത്. വഴി നടത്തുന്ന വ്യക്തി വഴി പിഴപ്പിക്കുന്നവനാണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് വഴി നടത്താൻ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവല്ലാതെ മറ്റൊരാളെ നിങ്ങൾ എടുക്കരുത്. ആരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കരുത്, പരിശുദ്ധാത്മാവിൽ നിന്നേ സ്വീകരിക്കാവൂ. ഉപദേശം നൽകുന്ന വ്യക്തിയിൽ പാപമുണ്ടെങ്കിൽ പാപം പ്ലസ് ഉപദേശമേ നിന്നിലേക്ക് വരുള്ളൂ.
അതുകൊണ്ട് സ്വീകരിക്കുന്നത് നിൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവെങ്കിൽ അതിൽ നിന്ന് വേണം അഭിഷേകത്തെ സ്വീകരിക്കാൻ, അതിൽ നിന്ന് വേണം നിനക്ക് ആവശ്യമുള്ള വിഹിതത്തെ സ്വീകരിക്കാൻ. ഒരാളോടും സന്ദേശം ചോദിക്കരുത്. നിങ്ങൾ ഇതൊന്ന് നോക്കി പ്രാർത്ഥിച്ചു പറയോ, ചോദിക്കരുത് പ്രിയപ്പെട്ടവരെ. ഈ സന്ദേശം കൊടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ആ സന്ദേശം എടുക്കുന്ന സമയത്ത് ആ വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണോ നിൽക്കുന്നത്, ആ വ്യക്തി പാപത്തിലാണോ എന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശം പാപത്തിലായിരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങളെടുക്കുന്ന തീരുമാനം തെറ്റും. ഹല്ലേലൂയ. ഞാൻ ശുശ്രൂഷകരെ വിധിക്കുകയോ കുറ്റം പറയുകയോ ചെയ്യുന്നതല്ല, ഞാൻ ഉൾപ്പെടുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ചില സമയത്ത് ഇങ്ങനെ ഓരോരുത്തർ വിളിക്കുമ്പോൾ ഞാൻ പറയും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, കാരണം ഞാൻ ആ അവസ്ഥയിലല്ല നിൽക്കുന്നത്. എന്നാലും അവർ പുറകിൽ മറുവശത്തു നിന്ന് അവർ എന്നെ കരഞ്ഞ് നിലവിളിച്ച് ചോദിക്കും. അപ്പോഴും ഞാൻ പറയും ഇപ്പോൾ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്, കാരണം നമ്മൾ ഫുൾ ടൈം ഈശോയോട് കൂടെ ആണ് എങ്കിൽ പോലും നമുക്ക് കുടുംബവും കാര്യങ്ങളും ഉണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള മറ്റാവശ്യങ്ങളുണ്ട്. ആ സമയത്ത് വിളിക്കുമ്പോൾ ഇതെല്ലാ ശുശ്രൂഷകർക്കും ഉണ്ട്, വൈദികർക്കും ഉണ്ട്, സന്യസ്തർക്കും ഉണ്ട്, അൽമായർക്കും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അവർ ശുശ്രൂഷ മാത്രം ഇത് കർത്താവിൻ്റെ കരവും പിടിച്ച് നടക്കുന്നവർ മാത്രമാണെങ്കിൽ പോലും അത് മാത്രമല്ല അവരുടെ ജീവിതത്തിൽ മറ്റു പല ഉദ്യമങ്ങളും മറ്റു പല ആവശ്യങ്ങളും ഉള്ള സമയത്ത് നിങ്ങൾ സന്ദേശം ചോദിക്കുമ്പോൾ ഒരു പക്ഷേ തെറ്റ് പറ്റിയേക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ സന്ദേശം എടുക്കുമ്പോൾ 3 ദിവസമെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ച് വചനമെടുത്ത് വായിച്ച് സന്ദേശം എടുക്കാതെ ഒരു തീരുമാനവും എടുക്കരുത്. ഹല്ലേലൂയ. അതുപോലെ ചില പ്രത്യേക വ്യക്തികൾക്ക് വേണ്ടി, ചില വിവാഹകാര്യം, മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ, ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഒത്തിരി കാലത്തേക്ക് ഒരാൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഒന്നിനും വേണ്ടി നിങ്ങൾ പാഴാക്കി കളയല്ലേ. ചില വിവാഹകാര്യം വരും, അവർ കല്യാണം ഉറപ്പിച്ച് വെക്കും 2 വർഷം കൂടി കഴിഞ്ഞിട്ട്. പാടില്ല. 2 വർഷത്തിനൊരു വിലയില്ല പ്രിയപ്പെട്ടവരെ. ഒത്തിരി പേര് അങ്ങനെ വന്ന് എന്നോട് പറഞ്ഞു, ഉറപ്പിച്ച് വെച്ചിരിക്കുക. ഞാൻ എത്ര നാളെ 3 വർഷം കഴിഞ്ഞു ബ്രദറെ, 3 വർഷം വിവാഹം ഉറപ്പിച്ചിട്ടേ. പാടില്ല, അങ്ങനെയൊന്നും പാടില്ല പ്രിയപ്പെട്ടവർ. ഉറപ്പിച്ചാൽ ഒരു ടൈം ലിമിറ്റിനപ്പുറത്തുള്ള അത് നീണ്ടു പോകരുത്, അത് തെറ്റത്തേ ഉള്ളൂ, ആ ജീവിതം വിജയിക്കത്തുമില്ല. ഒരാൾക്കും വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കരുത്. ഒരാൾക്കും വേണ്ടി അവർക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ അടുത്തത്. ആർക്കും വേണ്ടി കാത്തു നിൽക്കാൻ ദൈവം നിനക്ക് സമയത്തെ തന്നിട്ടില്ല. സമയം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് സമയത്തിൻ്റെ ദശാംശം നമ്മൾ അവന് കൊടുക്കണമെന്ന് പറയുന്നത്. കാലം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്, നിൻ്റെ ആയുസ്സും ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ഒന്നും ദൈവം നിനക്ക് കൂടുതൽ തന്നിട്ടില്ല, ആവശ്യത്തിന് തന്നിട്ടുള്ളൂ. ഹല്ലേലൂയ. ഒന്നും ദൈവം നിനക്ക് കുറച്ചും തന്നിട്ടില്ല, നിനക്ക് ആവശ്യത്തിനുള്ളത് മതിയായത് ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ഒന്നിനും വേണ്ടി കാത്തിരിക്കരുത്, ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യരുത്. കർത്താവിന് വേണ്ടി അല്ലാതെ മറ്റൊന്നിനും വേണ്ടി കാത്തിരിക്കരുത്. ഹല്ലേലൂയ. പല രീതിയിലും നമ്മളെ വഴിപഴപ്പിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളും ചിന്തകളും പ്രവൃത്തികളും, അല്ലെങ്കിൽ അവർ പല പ്ലാനും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഈശോ എന്താണോ എനിക്ക് ഈ സന്ദേശം തരുന്ന ആർക്കെയോ കെണിയിൽ പെടാനിരിക്കുന്നുണ്ടാവാം. അപ്പോൾ ദൈവം നിങ്ങൾക്ക് തരുന്ന ബോധ്യം അനുസരിച്ചല്ലാതെ നിങ്ങളൊന്നും ഒരു തീരുമാനവും എടുക്കരുത്. ഹല്ലേലൂയ. ജപമാല നിങ്ങൾ കരങ്ങളിൽ നിന്ന് മാറ്റരുത്. വെഞ്ചിരിച്ച ജപമാലയെ സാത്താന് പേടിയില്ല, പക്ഷെ ചൊല്ലുന്ന ജപമാലയെ സാത്താന് ഭയങ്കര ഭയമാണ്. പതിവായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ജപമാല കാണുമ്പോൾ സാത്താൻ ഭയന്ന് നിലവിളിച്ചോടും. പക്ഷെ വെഞ്ചരിച്ചൊരു ജപമാല ഇവിടെ നിങ്ങൾ വെച്ചോ, അത് അവിടെ ഇരിക്കും, അവന് പേടിയില്ല, കാരണം അത് ഉപയോഗിച്ചിട്ടില്ല. ഞാനത് റൺ ചെയ്ത് തുടങ്ങണം. ചൊല്ലുന്ന ജപമാല നിങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിൽ നിന്നൊരു പ്രകാശം വീശുന്നുണ്ട്. നിങ്ങളത് കാണുന്നില്ല, നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, പക്ഷേ എതിർവശത്ത് നിൽക്കുന്ന ശക്തിക്ക് അതറിയാം. അതുകൊണ്ട് നിങ്ങളുടെ കരങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നതിനോടൊപ്പം ചൊല്ലുന്ന ജപമാലയിലേക്ക് നിങ്ങൾ ഉരുവിടുന്ന പ്രാർത്ഥനകളിലൂടെ ആ ജപമാലയിലേക്കൊരു ശക്തിയും ജപമാലയിൽ നിന്നൊരു ശക്തി നിങ്ങളിലേക്ക് ഒരേ സമയം പുറപ്പെടുന്നുണ്ട്. വചനം, ഈ ഗ്രന്ഥം നിങ്ങൾ കയ്യിലെടുത്ത് വായിക്കണം, കയ്യിൽ മടിയിൽ വെച്ച് വായിക്കണം. ബൈബിൾ എപ്പോഴും എവിടെയെങ്കിലും വെച്ചല്ല, മടിയിൽ പിടിക്കണം. ഈശോയെ ചേർത്ത് പിടിച്ച് വായിക്കാൻ പറ്റണം. മൊബൈലിൽ നോക്കരുത്, മൊബൈലിൽ നിങ്ങൾ വചനം എടുത്ത് വായിക്കരുത്. വചനം ബൈബിള് തന്നെ കയ്യിലെടുത്ത് വെച്ച് വായിക്കണം. എല്ലാം നമ്മളിങ്ങനെ ക്യാപ്സ്യൂൾ പരുവത്തിൽ ദൈവത്തെ കൊണ്ടുവരരുത്, ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ദൈവത്തെ വീണ്ടും നമ്മൾ ഈ ഒരു ടാബിനകത്തേക്ക് ആക്കി വെക്കരുത് പ്രിയപ്പെട്ടവരെ. കർത്താവ് എങ്ങനെയാണോ സഭ നമുക്ക് തന്നത് അതിൽ നിന്ന് ഒരു മാറ്റവും നിങ്ങൾ വരുത്തരുത്. അതങ്ങനെ തന്നെ ആയിക്കോട്ടെ, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതിലൊരു രൂപമാറ്റവും നിങ്ങൾ വരുത്തരുത്. ഈശോയോടെ പറയുന്നത് എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. കൽപ്പന പാലിക്കുക അത് വിശ്വാസമാണ്.
വിശ്വാസമുണ്ടെങ്കിലേ എനിക്ക് കൽപ്പന പാലിക്കാൻ പറ്റുള്ളൂ. ഞാൻ റോഡിന് ഇടതുവശം ചേർന്ന് പോകണം. ഇത് റോഡിൻ്റെ റൂളാണെങ്കിൽ അതുവഴി ഞാൻ സംരക്ഷിക്കപ്പെടും. കാരണം ഈ വശത്തുകൂടെ എതിർവശത്തു നിന്ന് വാഹനം വരില്ല, എനിക്ക് ഉറപ്പുണ്ട്. അത് ലോകത്തിൻ്റെ ഒരു നിയമമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ കർത്താവിൻ്റെ കൽപ്പനയെ ഞാൻ പാലിക്കാൻ കാരണം എന്താ? അത് പാലിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടും. 10 കൽപ്പന എന്ന് പറയുന്നത് 10 നാണയങ്ങളാണ്. ഈ നാണയങ്ങൾ കൈവശമുണ്ടെങ്കിൽ ഇത് കൊടുത്തിട്ടാണ് സ്വർഗം വാങ്ങിക്കുന്നത്. ഹല്ലേലൂയ. സ്വർഗത്തെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. സ്വർഗത്തെ പർച്ചേസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കറൻസി നിങ്ങൾ സമ്പാദിക്കാനാണ് ഈ ഒരു ലോക ജീവിതം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം, കർത്താവായ ദൈവം തന്നിരിക്കുന്നത് ഒരുവന് 5, ഒരുവന് 3, ഒരുവന് 1 താലന്ത്. അത് നമ്മുടെ ആയുസ്സിൻ്റെ കണക്ക് പുസ്തകത്തിൽ നമ്മൾ എഴുതി വെക്കണം. ആയുസ്സിൻ്റെ കണക്ക് പുസ്തകമായിട്ട് ഈ താലന്തിനെ കാണണം. ഒരുവന് 100 വയസ്സ്, ഒരുവന് 80, 50 വയസ്സ് ദൈവം താലന്ത് എന്ന് പറയുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടം മതി നമ്മൾക്ക് സ്വർഗം കരസ്ഥമാക്കാൻ ആവശ്യമായിട്ടുള്ള കൃപ ലഭിക്കാൻ. നമ്മളൊരാൾ പോലും ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. കാരണം അതിനാവശ്യമായിട്ടുള്ള, അതിനെതിരെ പ്രവർത്തിക്കുന്ന ദണ്ഡവിമോചനങ്ങൾ സഭ നമുക്ക് തന്നിട്ടുണ്ട്. ഓരോ ദിവസത്തെയും കുടുംബ പ്രാർത്ഥനയെ നമ്മൾ സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കുടുംബ പ്രാർത്ഥന അതുകൊണ്ട് മുടക്കരുത്. പരിശുദ്ധ ബലി മുടക്കരുത്. വിശുദ്ധ കുമ്പസാരം നിങ്ങൾ മുടക്കരുത്. ഞാനൊരു 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും. നിങ്ങൾ അത്ര വലിയ പാപികളല്ലാത്തത് കൊണ്ട് നിങ്ങൾ 2 ആഴ്ചയിലിടക്കെങ്കിലും കുമ്പസാരിച്ചാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരു 2 ആഴ്ചയിലൊരിക്കലെങ്കിലും നിങ്ങൾ കുമ്പസാരിക്കണം. ശുശ്രൂഷകർക്ക് അത് പറ്റില്ല. അത് 3 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ശുശ്രൂഷകർ കുമ്പസാരിച്ചിട്ടുണ്ടാണ്. 3 ദിവസം മാക്സിമം. അതിന് പ്രത്യേക കുമ്പസാരം ബ്രേക്ക് ആവാൻ പാടില്ല ശുശ്രൂഷകരെ സംബന്ധിച്ച്. കാരണം അല്ലെങ്കിൽ വചനം എടുത്താൽ ഒന്നും കാണില്ല. ഹല്ലേലൂയ. അപ്പോൾ എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സഹായകനെ തരുമെന്നല്ല, മറ്റൊരു സഹായകൻ. ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുന്നത് വരെ ശിഷ്യർക്ക് പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടില്ല. കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായപ്പോൾ പരിശുദ്ധ മറിയത്തോടുകൂടെ സഹിയോൻ മാളികയിൽ ഇവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ശക്തി അഗ്നിനാവുകളായിട്ട് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ കടന്നു വന്നു. നാവായിട്ടാണ് കടന്നു വന്നത്. ശ്രദ്ധിക്കണം, നാവാണ്, നമ്മുടെ നാവിലാണ് അഭിഷേകം നിൽക്കേണ്ടത്. എല്ലാം സ്വീകരിക്കുന്നതും എല്ലാം പുറപ്പെടുവിക്കുന്നതും ശപിക്കുന്നതും അനുഗ്രഹിക്കുന്നതും ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും എല്ലാം ഈ അധരത്തിലൂടെയാണെങ്കിൽ അതിനൊരു പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിൽ നിന്ന് കർത്താവിൻ്റെ ശക്തി പുറപ്പെടണം. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ ശക്തി വചനമായി പുറപ്പെടുന്നു പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് മറ്റു പല രീതികളും ദൈവത്തിന് തരാമായിരുന്നു. ലോകത്തിന് തന്നത് വചനത്തെയാണ്. അവൻ്റെ വേർഡ്സ്, വചനം പവർഫുള്ളാണ്. എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് വചനത്തിൽ നിന്നാണ്. സകലതിനെയും സൃഷ്ടിക്കാൻ പറ്റും, എല്ലാത്തിനെയും സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റാണിത്. വിശുദ്ധിയോടെ സൂക്ഷിച്ചാൽ മതി ഇതിനെ. അതുകൊണ്ട് തന്നെ ഇതായിരിക്കും നിത്യനരകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതും. ഈ ഒരു ഏരിയ ആയിരിക്കും. നമ്മൾ കുരിശടയാളം വരക്കുമ്പോൾ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രു അധരത്തിലാണ് വരക്കുന്നത്. ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക. പ്രിയമുള്ള ദൈവജനമേ, ഇതിനകത്തുണ്ട് സകലതും സൃഷ്ടിക്കാൻ പറ്റും നമുക്ക്. നിങ്ങൾ ആജ്ഞാപിച്ചാൽ സാത്താൻ മാറിപ്പോവും. നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കർത്താവിൻ്റെ ശക്തി പുറപ്പെടണം. നമ്മൾ നോക്കുമ്പോൾ പിശാച് പോകണം. നമ്മൾ കരങ്ങൾ ഉയർത്തുമ്പോൾ സാത്താൻ വീഴണം പ്രിയപ്പെട്ടവരെ. ആ അഭിഷേകമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ആ അഭിഷേകത്തെ സ്വീകരിക്കണം. ബാക്കിയുള്ളതൊന്നും നിങ്ങൾ നോക്കണ്ട. അതൊക്കെ ആഡ് ഓൺ ചെയ്യപ്പെട്ടുള്ളൂ. നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് തരും തമ്പുരാൻ. നിങ്ങൾ വെറുതെ നശിപ്പിക്കുമോ തമ്പുരാൻ? ദൈവം ഈ ലോകത്തിലേക്ക് നിങ്ങളെ വിട്ടിട്ട് നിങ്ങൾ അനാഥരായിട്ട് വിടുമോ? ഇല്ല. നിങ്ങളുടെ സാമ്പത്തിക മേഖല അവൻ അനുഗ്രഹിക്കാതിരിക്കുമോ? ഇല്ല. നിങ്ങളുടെ പ്രാർത്ഥനയിലുള്ള കുറവുകളും നിങ്ങളുടെ ഒരുക്കമില്ലാത്ത അവസ്ഥകളും നിങ്ങളുടെ എടുത്തുചാട്ടവുമാണ് പലതും നമ്മൾക്ക് വിനയായിട്ട് മാറുന്നത്. എന്ത് തീരുമാനമെടുക്കുമ്പോഴും 3 ദിവസം ദൈവത്തിന് നിങ്ങൾ അനുവദിക്കണം. ഈ 3 ദിവസം വചനം വായിച്ചും ജപമാല ചൊല്ലിയും പരിശുദ്ധ ബലിയിൽ ആഴമായ അനുതാപത്തോടെ ബലി അർപ്പിച്ചും
ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്നു കൊണ്ടും നിങ്ങൾ ഈ 3 ദിവസം ഒരുങ്ങാതെ ഒരു ഡിസിഷനും നിങ്ങളുടെ ലൈഫിൽ എടുക്കരുത്. നിങ്ങളൊരാളോടൊരു കാര്യം പറയാൻ നിൽക്കുകയാണ്, 3 ദിവസത്തെ ഒരുക്കം വേണം. നിങ്ങൾക്കൊരു കുറേ സമ്പത്ത് ആവശ്യമുണ്ട്, ഒരു 10 ലക്ഷം വേണം. ഒരാളോട് ചോദിക്കുന്നതിന് മുൻപ് 3 ദിവസം നീ ഇത്തരത്തിൽ പ്രാർത്ഥിച്ചൊരുങ്ങി ആ വ്യക്തിയെ അനുഗ്രഹിച്ച് അവൻ തിരിച്ചു പറയാൻ സാധ്യതയുള്ള മറുപടികളെ ബന്ധിച്ച് യേശുവിൻ്റെ നാമത്തിൽ ചെന്ന് ചോദിച്ചോ, കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറഞ്ഞത് എന്താണ്? ചോദിക്കുവിൻ ലഭിക്കും. അത് വേർഡാണ്. വാക്കുകൾക്ക് ശക്തിയുണ്ട്, വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഉണ്ടാവട്ടെ, ഉണ്ടായി. സൗഖ്യമാക്കപ്പെടട്ടെ, സൗഖ്യമാക്കി പോയിട്ടു. അവളെ വിട്ട് പുറത്തു പോവുക, അവളെ വിട്ട് പുറത്തു പോയി. മറ്റെന്തെല്ലാം രീതികളുണ്ട്. ഫിസിക്കലി എന്തെല്ലാം ചെയ്യാം ദൈവത്തിന്. പക്ഷെ എല്ലാം വേർഡ് ബൈ വേർഡ് കർത്താവ് ചെയ്തു, എല്ലാം വാക്കുകളിലൂടെ ചെയ്തു. അതാണ് വചനം, അതാണ് വിശുദ്ധ ഗ്രന്ഥം. വിശുദ്ധമാണ്. ഇതിനകത്ത് ഓരോ ലെറ്റേഴ്സും വിശുദ്ധമാണ്. ഇതിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയാണ് കർത്താവിൻ്റെ ശക്തിയെങ്കിൽ ഇത് എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇത് മുഴുവൻ എന്നിൽ നിക്ഷേപിക്കപ്പെട്ട് ഞാൻ ഇതിൻ്റെ ക്യാരിയറായി മാറ്റപ്പെട്ട് എന്നിൽ നിന്നിത് പുറപ്പെടുമ്പോൾ സാത്താൻ ഭയക്കും, പിശാച് ഭയക്കണം, രോഗങ്ങൾ ഭയക്കണം നിങ്ങളെ കണ്ട്. സാത്താൻ്റെ ശക്തികൾ മുട്ടും മടക്കണം. കാരണം നമ്മളിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തി വചനമായി പുറപ്പെടണം. ഹല്ലേലൂയ. നമ്മൾ ചൊല്ലുന്ന എല്ലാ പ്രാർത്ഥനകളും നിങ്ങൾ എടുത്തു നോക്കിയോ, അതിലെല്ലാം വചനം മിക്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജപമാല ചൊല്ലിയാൽ അത് വചനം മാത്രമാണ്. നമ്മൾ ഏത് പ്രാർത്ഥനകൾ എടുത്തു നോക്കിയോ അതിലെല്ലാം വചനമുണ്ട്. പരിശുദ്ധ ബലിയിൽ, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിൽ, കുരിശിൻ്റെ വഴിയിൽ, എല്ലാത്തിലും വചനമില്ലാത്തൊരു പ്രാർത്ഥന സഭ നമുക്ക് തന്നിട്ടില്ല. അത് മുഴുവനും വചനമല്ലെങ്കിൽ പോലും വചനം സകലതിലുമുണ്ട്. അതാണ് പ്രാർത്ഥനയുടെ ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത്. പ്രാർത്ഥന ശക്തിപ്പെടാൻ കാരണം അതിനകത്ത് വചനമുള്ളത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും എന്ന് പറഞ്ഞപ്പോൾ കർത്താവിന് നിശബ്ദമായിട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ അവരിലേക്ക് പ്രകടിപ്പിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും എന്ന് പറയുമ്പോൾ തന്നെ ആ ശക്തി അവർ സ്വീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആര് തരും കൃപ എന്ത് ചോദിച്ചാലും നിങ്ങൾ ആമേൻ പറഞ്ഞ് സ്വീകരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാൾ നിങ്ങളോട് പറയണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ ആമേൻ പറഞ്ഞ് സ്വീകരിക്കണം. അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു. ഒരാൾക്ക് നിങ്ങളോട് ഒരാൾ പ്രാർത്ഥന ചോദിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം, ഏറ്റെടുക്കരുതല്ലെങ്കിൽ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? ഞാൻ പ്രാർത്ഥിച്ചോളാം. പക്ഷെ പ്രാർത്ഥിക്കില്ല, മറന്നു പോകുന്നതായിരിക്കുള്ളൂ, മനഃപൂർവ്വമല്ല. അത് കെണിയാണ്. നിങ്ങളുടെ തുടർന്ന് വരുന്ന എല്ലാ പ്രാർത്ഥനകളും അവർക്ക് പോയിക്കൊണ്ടിരിക്കും, ദൈവം കൊടുത്തുകൊണ്ടിരിക്കും, നിങ്ങൾ പറ്റിക്കൊണ്ടിരിക്കും. ഇവിടെ ആർക്കെങ്കിലും നിങ്ങൾ ഓഫർ ചെയ്തിട്ട് നേർച്ച നേരുന്നതിന് തുല്യമാണ് പ്രാർത്ഥന ഓഫർ ചെയ്യുന്നത്, മറക്കരുത്. നേർച്ച നേരുന്നതിന് തുല്യമാണ്. കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്ത് തീർത്തോളണം, കൊടുത്ത് തീർക്കണം. എന്നോട് പറയുകയാണ്, എന്നെ ഇങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ദിവസം എത്ര കോള് വരും എനിക്ക്? 2 ഫോണിലായിട്ട് 4 സിമ്മും കൊണ്ട് കിടക്കുക. ഈ 4 സിമ്മും ഫുൾ ടൈം കോളും റിങ്ങും. 1000-ലധികം മെസ്സേജ് ഒരു ദിവസം വരും എനിക്ക്. ഒറ്റ ദിവസം വരും. ഇത് കംപ്ലീറ്റ് ആൻസർ ചെയ്ത് മറുപടി വയ്ക്കാൻ എനിക്ക് പറ്റാറില്ല. കുറേ എല്ലാം വിട്ടുകളയും. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും ഇതെടുക്കാൻ പറയും. അങ്ങനെ എടുക്കുന്നതിനേ മറുപടി കൊടുക്കാറുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ചരിഞ്ഞ് കിടക്കണോ ബ്രദറെ, നിൽക്കണോ, ഞാനല്ലെങ്കിൽ ഇപ്പം ഇരുന്നാലോ, ഇങ്ങനെ ചോദിക്കുന്ന മെസ്സേജുകളാണ്. അതുകൊണ്ട് എല്ലാത്തിനും മറുപടി കൊടുക്കാറില്ല. ബ്രദറെ സുഖമാണോ, ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കണേ? അതിനെന്തിനാ ഞാൻ ആൻസർ ചെയ്യണേ? എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് സുഖമാണെന്ന് അവരെന്തിനാ അറിയണേ? സുഖമല്ലെങ്കിൽ അവരെന്നെ സുഖിപ്പിക്കുമോ? അതൊക്കെ വെറുതെയാണ്, അതിലൊന്നും ഒരു ആവശ്യമില്ല. തമ്പുരാൻ കർത്താവായ ദൈവം മെസ്സേജ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചില ആൾക്കാർ പറയും ബ്രദർ ഇതൊന്ന് പറഞ്ഞൊരു വചനത്തിൻ്റെ അർത്ഥം. അത് ഓക്കെ, ഞാനതൊരു പാരഗ്രാഫായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളോട് ഇത്തരത്തിൽ പ്രാർത്ഥനാ നിയോഗം ചോദിക്കുമ്പോൾ ഞാൻ ഇവരോട് പറയും 3 ദിവസം ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയും. 3 ദിവസം ഞാൻ പ്രാർത്ഥിച്ചോളാട്ടോ എന്ന് പറയില്ല. 3 ദിവസം ഞാൻ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ബലിയിൽ കയറാൻ പോവാണ്, ഈ ബലിയിൽ ഞാൻ സമർപ്പിക്കാം. മുറിയാൽ അത് ക്ലീനാക്കി വയ്ക്കും.
അത് ആ ഒരു പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഈ ഇൻറ്റൻഷൻ എൻ്റെ കൂടെ ഉണ്ടാവില്ല. നമ്മൾക്ക് നടക്കുമ്പോൾ തലചുറ്റും, നമ്മൾക്കൊരു സ്റ്റെബിലിറ്റി കിട്ടില്ല, മറവി വരും, ഒരു കാര്യത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഉത്സാഹക്കുറവ്, എന്താ ഒരു ക്ഷീണം പോലെ, ഒരു തളർച്ച ഇങ്ങനെ ഫീൽ ചെയ്യും നമ്മൾക്ക്. കാരണം എന്താ? പ്രാർത്ഥിച്ചോളാട്ടോ, ഇവിടെ അത് ഞാൻ പ്രാർത്ഥിച്ചോളാം, അതല്ല, അത് ഞാൻ ഏറ്റെടുത്ത് വെച്ചിരിക്കുക. നിങ്ങൾ അറിയണില്ല ഇത് എന്ത് വലിയ ഭാരമാണെന്നുള്ളത്. ആത്മാവിന് കൊടുക്കുന്ന ലോഡായത്. ഒറ്റ പ്രാർത്ഥന അത് അവസാനിപ്പിച്ച് തീർത്തില്ലെങ്കിൽ നിങ്ങളുടെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കും. ഉള്ളത് പറയാം, നിങ്ങളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും. ഒരാൾക്ക് ഓഫർ ചെയ്യരുത് പ്രാർത്ഥന. ഓഫർ ചെയ്താൽ കംപ്ലീറ്റ് ചെയ്തോളണം. അതല്ലെങ്കിൽ നിങ്ങളൊരു മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ തമ്പുരാൻ്റെ സന്നിധിയിൽ ഇരിക്കണം. ഞാൻ ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക, എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാനിന്ന് ഇരിക്കുക. അത് വളരെ വലിയൊരു അഭിഷേകത്തിൻ്റെതാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ഇരിക്കുക. വ്യാഴാഴ്ച രാത്രി ഞാൻ പറഞ്ഞില്ലേ, വ്യാഴാഴ്ച രാത്രി ഭക്ഷണം അവസാനിപ്പിക്കണം, പിന്നെ കഴിക്കരുത്. പിന്നെ ശനിയാഴ്ച രാവിലെ കഴിക്കാൻ പാടുള്ളൂ. വെള്ളം പോലും കുടിക്കരുത് വെള്ളിയാഴ്ച. ഹല്ലേലൂയ. വരണ്ടിയില്ലായിരുന്നല്ലേ ധ്യാനത്തിന്? ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെ വന്നത്? സമൃദ്ധിക്ക് വേണ്ടി വന്നിട്ട് ദാരിദ്ര്യമല്ലേ മെനകെട്ടവൻ വിളിച്ച് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പ്രിയപ്പെട്ടവരെ, സമൃദ്ധിയാണ് ദാരിദ്ര്യം. കർത്താവ് തരുന്ന ദാരിദ്ര്യമാണ് നമ്മുടെ സമൃദ്ധി. അത് നിങ്ങൾ മനസ്സിലാക്കുക. ലോകം തരുന്ന സമൃദ്ധിയാണ് സ്വർഗത്തിൻ്റെ മുമ്പിലുള്ള നമ്മുടെ ദാരിദ്ര്യം. അതുകൊണ്ട് ദൈവം തരുന്ന സമൃദ്ധി എന്ന് പറയുന്ന ദാരിദ്ര്യത്തെ സ്വീകരിക്കാൻ നിങ്ങൾ ഒരുങ്ങിയാൽ നിങ്ങൾക്ക് മാറ്റം മനസ്സിലാവും. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഒരു ധ്യാനവും നിയോഗങ്ങൾക്ക് വേണ്ടി കൂടല്ലേ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനല്ലാതെ ധ്യാനം കൂടരുത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനല്ലാതെ ധ്യാനം കൂടരുത്. മറ്റൊരു ഇൻറ്റൻഷൻ നിങ്ങൾ വയ്ക്കരുത്. മറ്റൊന്നും നിങ്ങൾ ആരോടും ചോദിക്കരുത്. കാരണം ബാക്കിയുള്ളതെല്ലാം ശ്വാസം പോയി കഴിയുമ്പോൾ തീരും. ഹല്ലേലൂയ. ശ്വാസം എപ്പോൾ ഒരു പോകും നിൽക്കും എന്ന് നമുക്ക് അറിയാനും പാടില്ല. അതിനൊക്കെ ഒരു ടൈമുണ്ടല്ലോ, കർത്താവ് നിശ്ചയിച്ചിരിക്കുന്ന സമയം. അതുകൊണ്ട് ഈശോ നിങ്ങളോട് പറയുന്നു, ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു. സത്യാത്മാവിനെ തിരിച്ചറിയാൻ ലോകത്തിന് പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ലോകത്തിൻ്റേതായിട്ടുള്ളത് എന്തെല്ലാം നമ്മളോടുകൂടെ കൂടി വരുന്നുണ്ടോ, ചില സ്നേഹബന്ധങ്ങൾ, ചില സൗഹൃദങ്ങളുടെ എണ്ണം കൂടുന്നുണ്ടോ, സത്യാത്മാവിനെ സ്വീകരിക്കാൻ പറ്റില്ല. അത് പ്രാർത്ഥന വഴിയുള്ള ബന്ധമാണെങ്കിലും കൂടരുത്. പ്രാർത്ഥന വഴി പോലും ബന്ധങ്ങൾ സ്ഥാപിക്കരുത്. ഫോണിൽ കോണ്ടാക്ട്സ് ലിസ്റ്റ് ഏറ്റവും കുറവേ പാടുള്ളൂ, ലോഡായിരിക്കും. പരിശുദ്ധാത്മാവ് എപ്പോഴും പറയുന്നതാണ്, ഒരാളുടെ നമ്പർ സേവ് ചെയ്യരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരമാവധി ആർക്കും നമ്പർ കൊടുക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും നമ്പർ കൊടുക്കുമ്പോൾ ഒരു നമ്പർ മാറ്റി കൊടുക്കും. പക്ഷെ ബാക്കി 9 നമ്പറും കറക്റ്റായിരിക്കും. ചെയ്യുന്ന ദ്രോഹം ഇപ്പോൾ ഒരു നമ്പർ, എനിക്ക് വേണ്ടി ഒരു നമ്പർ ഞാൻ മാറ്റിയേ കൊടുക്കുകയുള്ളൂ. ഇവിടെയും കുറച്ച് പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം എല്ലാം എന്തിനാണ് കൊടുക്കണേ? ഒരെണ്ണമെങ്കിലും എനിക്ക് വേണ്ടി മാറ്റി വെക്കണ്ടേ? അതുകൊണ്ട് ഒരു നമ്പർ മാറ്റി വെച്ചിട്ട് ബാക്കി 9 കറക്റ്റായിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കോണ്ടാക്ട്സ് ലിസ്റ്റിൽ എത്ര പേര് നിങ്ങൾ സേവ് ചെയ്തിടുന്നുവോ ആ വ്യക്തി ഇപ്പോൾ ഏതവസ്ഥയിലാണോ അത് നിങ്ങൾക്കിവിടെ കിട്ടും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കില്ല ഇതൊന്നും. പക്ഷേ ഞാൻ ഈ രീതിയിലാണ് എൻ്റെ ജീവിതം പോകുന്നത്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ കുറേ ലെസൺസ് തന്നിട്ടുണ്ട്. നിൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള വ്യക്തി ഏത് പാപം ചെയ്യുന്നുണ്ടോ, ഏതെല്ലാം അവസ്ഥകളിലൂടെ പോകുന്നുണ്ടോ എന്നുള്ളത് കൃപ ലഭിച്ചവർക്ക് പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. ആദ്യം ഞാൻ എല്ലാ നമ്പറും സേവ് ചെയ്തിടുമായിരുന്നു, എല്ലാം ഫോണിലുണ്ടാവുമായിരുന്നു. ഇപ്പോൾ എല്ലാം മാറ്റി. കാരണം ഇതെല്ലാം സേവ് ചെയ്തിട്ട് ഞാൻ ഓരോ ദിവസം എടുത്തിട്ട് ഓരോ നമ്പർ എടുത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ നോക്കും, വെറുതെ ഇരുന്ന് നോക്കും. ഗൂഗിളും മറ്റൊന്നുമല്ല നോക്കുന്നത്. ഇത് നോക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് സെലക്ട് ചെയ്യാൻ പറയും. അത് സെലക്ട് ചെയ്തിട്ട് ഞാൻ വെറുതെ വിളിക്കുമ്പോൾ പറയുന്നില്ല ബാക്കി. ഒരു മകള് എന്നോട് പറഞ്ഞു, ബ്രദറെ പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, ഞാനിപ്പോൾ വിദേശത്താണ്, അതുകൊണ്ട് ബ്രദർ എൻ്റെ നമ്പർ സേവ് ചെയ്യണം. ഞാൻ പറഞ്ഞു സേവ് ചെയ്തു. കുറേ വർഷം മുമ്പാണ് സേവ് ചെയ്തിട്ട് ഈ നമ്പർ ഞാൻ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇവിടെ ഓരോ പ്രാവശ്യം വിളിച്ചിട്ട് ഗൈഡൻസ് ചോദിക്കും, ഞാൻ കൊടുക്കും. അങ്ങനെ ആ സമയത്ത് ഗൈഡൻസ് കൊടുത്ത് വിട്ടു. ഞാൻ പിന്നീട് കൂടുതൽ അതിനെപ്പറ്റി അന്വേഷിക്കുന്നില്ല. ഒരു ദിവസം ഇവൾ ഫോൺ വിളിച്ചിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് ഇങ്ങനെയാണ്, എനിക്ക് അങ്ങനെയാണോ, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോനെ പറയുകയാണ്, അവളോട് ചോദിക്കുന്നത് നീ ഇപ്പോൾ എന്ത് ചെയ്യാണെന്ന് ചോദിക്കുകയാണ്. ഞാനപ്പോൾ അങ്ങനെ അത്രയും ഡീപ്പായിട്ട് കൗൺസിലിംഗ് പോലെ ചെയ്തതല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്ത് ചെയ്യാം ഇപ്പോൾ?
ഇല്ല ബ്രദർ, ഞാനിവിടെയുണ്ട്, ഞാൻ റൂമിലുണ്ട്. ഞാൻ നീ ഇപ്പം എന്താ ചെയ്യുന്നതെന്നാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. അപ്പോൾ വീണ്ടും മറുപടിയില്ല, കോള് കട്ടായി. വാട്സാപ്പ് കോളാണ്. തിരിച്ചു വിളിച്ചു. വീണ്ടും ഞാൻ തിരിച്ച് വിളിച്ച ആളെ എടുത്തില്ല. കുറേ തവണ വിളിച്ചു, 4-5 തവണ തിരിച്ച് വിളിച്ച് അവസാനം എടുത്തു. ഞാൻ നിന്നോടല്ലേ ചോദിച്ചത്. അപ്പോഴാ പറഞ്ഞാൽ പാപത്തിന് ചെയ്തുകൊണ്ടിരിക്കുക, വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുക. മെസ്സേജ് ചോദിച്ചതാ, പ്രാർത്ഥന ചോദിച്ചത് എപ്പോഴാ? വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അവളുടെ റൂമിലൊരു പയ്യനുണ്ട്. പ്രിയമുള്ളവരെ, ഈ നമ്പർ എന്തിനാ എൻ്റെ ഫോണിൽ? ഈശോ പറഞ്ഞ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെയുള്ളതെല്ലാം ഇന്ന് പരിചയപ്പെട്ടത് അപ്പോൾ തന്നെ കയറ്റി ഫോണിൻ്റെ അകത്ത് വെക്കരുത്. ഒന്നും നിങ്ങൾ കൂടുതൽ നിങ്ങളോട് ചേർത്ത് വെക്കരുത്. അതൊന്നും നിങ്ങളുടെ അല്ല. ഒരു തവണ പരിചയപ്പെട്ടാൽ അത് അവിടെ വെച്ച് മുറിയാൽ മാറ്റിക്കൊള്ളണം. നിങ്ങൾക്ക് ദോഷമേ വരൂ. പരിശുദ്ധാത്മാവിനെ കൂടെ കൂട്ടുക. ക്രിസ്തുവിന് എന്തുകൊണ്ട് എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ട് നടക്കാൻ പറ്റാതെ? ക്രിസ്തു 12 പേരെ ചൂസ് ചെയ്തു. ആ 12 പേരെ അടുത്ത് വിളിച്ചു. തനിക്കിഷ്ടമുള്ളവരെ അവൻ അടുത്ത് വിളിച്ചു. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് എല്ലാവരെയും കർത്താവ് അടുത്ത് വിളിച്ചോ? ഇല്ല. തനിക്കിഷ്ടമുള്ളവരെ അവൻ മലയിലേക്ക് കയറി പ്രാർത്ഥനയിലേക്ക് പ്രവേശിച്ചു. തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അതാണ് ക്രിസ്ത്യാനിറ്റി. അതേ പാടുള്ളൂ, അതേ നിങ്ങൾക്ക് നന്മ വരുത്തുള്ളൂ. ബാക്കി നിങ്ങൾ എത്ര സമ്പാദിക്കാൻ ലോകത്തിൽ നിന്ന് വ്യക്തിബന്ധങ്ങളും സ്വർണമോ സമ്പാദ്യമോ കറൻസിയോ എന്തായിക്കൊള്ളട്ടെ, എത്ര നിങ്ങൾ സ്വരുക്കൂട്ടാൻ ശ്രമിക്കുന്നുവോ അത്രയും അളവ് നിങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പുറത്താക്കുക ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിന് വസിക്കാൻ സ്പേസ് ഇല്ല നമ്മളെ സംബന്ധിച്ച്. കാരണം ആ സ്പേസ് കംപ്ലീറ്റ് നമ്മൾ ലോകത്തിന് കൊടുത്തിരിക്കുക. 1 മിനിറ്റ് ദൈവത്തിന് കൊടുക്കാനില്ല. കാരണം ഫുൾ ടൈം നമ്മൾ എൻഗേജ്ഡാണ്. ഇതൊന്നും നിങ്ങൾ എന്നാൽ എല്ലാ കാര്യം ദൈവത്തോട് ചോദിക്കുകയും ചെയ്യും, ദൈവത്തിന് കൊടുക്കാനുള്ളത് കൊടുക്കുകയില്ല. ദൈവത്തിന് എന്താ നിങ്ങൾ സ്പേസ് കൊടുക്കാത്തത്? ദൈവത്തിന് എന്താ നിങ്ങളൊരു സ്ലോട്ട് ഇടാത്തത്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ദൈവത്തിനൊരു സ്ലോട്ട് ഇടുന്നേ. അവനല്ലേ നിന്നെ സൃഷ്ടിച്ചത്, അവനല്ലേ നിന്നെ പരിപാലിക്കുന്നത്, അവനല്ലേ നിന്നെ വഴി നടത്തുന്നത്. അവന് കൊടുക്കേണ്ട സ്ലോട്ട് മറ്റാർക്കും നിങ്ങൾ കൊടുക്കരുത്. മറ്റാർക്കും നിങ്ങൾ കൊടുക്കരുത്. എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോണിലൊരു നമ്പറുണ്ട്. എൻ്റെ ഫോണിൽ എൻ്റെ ഈശോയുടെ പേര് ഞാൻ സേവ് ചെയ്തിട്ടിട്ടുണ്ട്. നമ്പർ ഞാൻ പറയുന്നില്ല, നമ്പറുണ്ട്, ബൈബിളിലുണ്ട് നമ്പർ. ആ നമ്പർ ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അപ്പൻ എന്നും പറഞ്ഞ് എൻ്റെ ഈശോ എന്ന് പറയാൻ സേവ് ചെയ്തിട്ടിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ആ നമ്പർ എടുത്ത് വയ്ക്കും. ഞാൻ വിളിക്കാൻ കോള് പോകില്ലല്ലോ. ഞാൻ എൻ്റെ ആത്മാവിൽ ദൈവത്തെ വിളിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ചില സമയം നമ്മളോട് ചില നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പിന്നെ നിങ്ങൾ എസ് ആക്കാൻ ശ്രമിക്കരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളിൽ പലരും ഈ 2 ദിവസമായിട്ട് ഞാൻ എല്ലാവരെയും കണ്ടു തീർത്തു. ഇന്നലെയും രാത്രി 1 മണി വരെ നിന്ന് കണ്ടു. പ്രിയമുള്ളവരെ, ഈ നിങ്ങളിൽ പലരും വന്ന് ചോദിക്കുന്നത്, മെസ്സേജ് ചോദിക്കും, കർത്താവ് ബ്രദർ എന്ന് പറയും. പറഞ്ഞു കഴിയുമ്പോൾ പറയും, ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇതല്ല ഇത്. ഈ കൈ ഇങ്ങനെയും പിടിക്കാം, നമുക്ക് ഇങ്ങനെയും പിടിക്കാം, ചില സമയത്ത് ഇങ്ങനെ പിടിക്കാൻ തോന്നും. ചില മറുപടി കേൾക്കുമ്പോഴേ, പ്രിയപ്പെട്ട ദൈവജനം, ഇതല്ല ബ്രദറെ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞ് കർത്താവിന് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് നിൻ്റെ പോക്കറ്റിലിട്ട് തരാം. ഇതല്ല, ഇത് പറ്റില്ല, ഇങ്ങനെയല്ല. ഒരു ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവൻ ഊബർ ഓടിക്കുക. അത്യാവശ്യം പരിശുദ്ധാത്മാവ് സന്ദേശം കൊടുക്കും, പക്ഷെ അലസനാണ്. പ്രാർത്ഥിക്കാനൊന്നും ഇരിക്കാൻ പറ്റില്ല, പക്ഷെ മെസ്സേജൊക്കെ വേണം, കൃപ വേണം, എല്ലാം വേണം. ഉപവസിക്കാൻ പറ്റില്ല, ഉപവസിച്ചാൽ വിശക്കും, അതുകൊണ്ട് ഉപവസിക്കില്ല. ഉറക്കം നിൽക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര ക്ഷീണമായിരിക്കും, അതുകൊണ്ട് ഉറക്കം നിൽക്കുന്ന പ്രാർത്ഥിക്കാനും പറ്റില്ല. കുറേ സമയം പ്രാർത്ഥിക്കാൻ പറ്റില്ല, വായിലെ വെള്ളം പറ്റും, എന്നോട് പറയും. അതുകൊണ്ട് ഞാൻ അധികം പ്രാർത്ഥിക്കാറില്ല, പക്ഷേ കൃപ വേണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ബ്രദർ ഞാൻ ഊബർ ഓടിക്കുകയാണ്, അപ്പോൾ എനിക്ക് ശുശ്രൂഷയ്ക്ക് പറ്റുന്നില്ല, അപ്പോൾ ഊബർ എപ്പോൾ ഓടിക്കണം അതൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറയും. ഞാൻ വെളുപ്പിനെ ഒരു 4:30 നീ ഊബർ ഓടിക്കുക, ഒരു 7 മണിക്ക് നീ കുർബാനക്ക് പോവുക, 8 മണി തൊട്ട് നീ പ്രാർത്ഥിക്കാതിരിക്കുക. 2 ദിവസം കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഒന്നും കൂടി ചിന്തിച്ചിട്ട് മറുപടി തരാൻ പറഞ്ഞു. ഞാൻ കർത്താവിനോട് ചിന്തിക്കാനോ, എന്താ കാര്യം, എനിക്ക് വെളുപ്പിനെ ഇതിനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈശോയോടൊന്ന് മെസ്സേജ് ഇതല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന്. ഞാൻ പറഞ്ഞു, നിനക്ക് ചെയ്താൽ പോരെ. അല്ല, ഇതല്ല, കർത്താവ് തന്നെ പറയണത്. ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഈശോ പറയണം. ഈശോനെ കൊണ്ട് പറയിപ്പിക്കുക, ബ്രദർ പറ. ഇതാണ് സന്ദേശം എടുക്കാൻ വരുന്നവരുടെ പലരുടെ ഉദ്ദേശം. ഈ ഉദ്ദേശം വിലപ്പോവില്ല. ഈശോ എന്ത് പറയുന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ശുശ്രൂഷകരോടല്ല, നിങ്ങൾ വചനം എടുക്കുക, ആ വചനത്തിൽ നിങ്ങൾ ഈശോയോട് ചോദിക്കുക, ഈശോ നിങ്ങൾക്ക് ആൻസർ ചെയ്യും. നിങ്ങൾ വചനം എടുക്കുക, വചനം എടുത്ത് മടിയിൽ വെച്ച് ഈശോയോട് ചോദിക്കുക, ഈശോ നിങ്ങൾക്ക് ആൻസർ ചെയ്യും. അത് കറക്റ്റായിരിക്കും. 3 തവണ ചോദിക്കുക. 3 തവണയിൽ 3 തവണയും ഒരേ മെസ്സേജ് തന്നെ വരും. ഒരേ വചനം തന്നെ പല വ്യാഖ്യാനങ്ങളോടുകൂടെ വരും.
അത് വായിച്ച് മനസ്സിലാക്കുക, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിനെ ഉൾസന്ദേശം ഗ്രഹിക്കാനുള്ള കൃപ നിങ്ങൾ ചോദിക്കുക. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റ് പറ്റില്ല. ആരെയും നിങ്ങൾ വിളിക്കണ്ട, വഴി തെറ്റിക്കും. ആരെയും നിങ്ങൾ വിളിക്കണ്ട, വഴി തെറ്റിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കലും ഒരു സഹോദരി ഇതുപോലെ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഞാനൊരു ആളെ വിളിച്ചു, ബ്രദറൊന്ന് പുള്ളിനെ വിളിക്കണം, എനിക്കെന്തോ ശുശ്രൂഷകനാണ്. അപ്പോൾ ഒരാൾ നമ്പർ തന്നിട്ട് ഞാൻ വിളിച്ചതാണ്. വിളിച്ചപ്പോൾ ഞാനൊരു സന്ദേശം ചോദിച്ചപ്പോൾ ഒരു സന്ദേശത്തിന് 500 രൂപ വെച്ച് തരണമെന്ന് പറഞ്ഞു. ഒരു സന്ദേശം തരാം 500 രൂപ. അപ്പോൾ ഞാൻ അത് കൊള്ളാമല്ലോ, നല്ല പരിപാടിയാണല്ലോ, അങ്ങനെ എനിക്ക് കോടിക്കണക്കിന് കാശുണ്ടാക്കാമല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഒരു സന്ദേശത്തിന് 500 രൂപ വെച്ച് തരണമെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ ചെയ്ത് ഞാൻ എൻ്റെ സന്ദേശം പറഞ്ഞപ്പോൾ പറഞ്ഞു 500 രൂപ നീ GPay ചെയ്യും, ഞാൻ മറുപടി വരാം. ഇവള് GPay ചെയ്തു 500, മറുപടി കൊടുത്തു, സന്ദേശം കറക്റ്റാണ്. ഇങ്ങനെ ഒരു 10 സന്ദേശം എടുത്തപ്പോൾ 5000 രൂപ കയ്യിൽ നിന്ന് പോയി. അതിനുശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ 500 രൂപയുടെ സന്ദേശം അത് എന്താ ബ്രദർ, എനിക്കൊന്നും മനസ്സിലാവില്ല, ബ്രദർ ഒന്ന് വിളിച്ച് ചോദിക്കുമെന്ന് വെച്ചു. ഞാൻ സന്ദേശത്തിന് 500 രൂപ, എന്തിടപാടാ? ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ പുള്ളി ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അവസ്ഥ? അപ്പോൾ പറയുന്നതെല്ലാം ഒരു നാടകത്തിൻ്റെ ഡയലോഗ്. പറയൂ, ദൈവം നിങ്ങളോട് ചോദിക്കുന്നു. അങ്ങനെ ആ ഒരു സ്ലാങ് അപ്പം തന്നെ മനസ്സിലായത് ഫ്രോഡാണ്. കാരണം ഈശോയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക പുള്ളി. അപ്പോൾ വോയിസ് മോഡുലേഷനൊക്കെ കറക്റ്റാണ്, എല്ലാം നല്ല രീതിയിൽ പറയും. ഈശോ പറയുന്ന പോലെ തന്നെ നമുക്ക് തോന്നും, പറയൂ സഹോദര, ഇങ്ങനെ ഈ ഒരു ടോണാണ് പുള്ളി യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനൊരു എമ്പക്കം വിടുന്നതാണോ എന്ന് ചോദിച്ചാൽ, അത് നല്ല രീതിയിലാണ് പറയുന്നത് കംപ്ലീറ്റ്. ഭയങ്കര ഒരു ഗാംഭീര്യം കയറ്റി ട്രബിള് കുറച്ചും കൂടി ബാസ് കൂട്ടി ഇങ്ങനെ ഒരു നല്ല രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. അപ്പോൾ സംസാരിച്ചിട്ട് ഞാൻ ചോദിച്ചു, എനിക്കൊരു സന്ദേശം വേണം, ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് എനിക്കൊരു സന്ദേശം വേണം. അപ്പോൾ പുള്ളി ചോദിച്ചു, എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, അത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് വിളിച്ചതിൻ്റെ ലക്ഷ്യം തന്നെ എനിക്കറിയില്ല, അതാണ് എനിക്ക് സന്ദേശം വേണ്ടത്, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ സന്ദേശം തരുന്നതിനൊക്കെ ഞാൻ പേ ചെയ്യും. ഞാൻ ചെന്നിട്ട് നിങ്ങൾ പൈസ ചോദിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ഫ്രീ ആയിട്ട് കൊടുക്കാനല്ലേ കർത്താവ് പറഞ്ഞേക്കണേ? അതല്ല, ഇങ്ങനെ എല്ലാവരും വിളിച്ച് സന്ദേശം ചോദിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാകാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പൈസ വെക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച് കുറവുണ്ട്, എനിക്ക് വരുമാനമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് വെച്ചിട്ടാണ് നിങ്ങൾ സന്ദേശം എടുക്കുന്നതെന്ന് ചോദിച്ചു. എന്താണ് സന്ദേശം എടുക്കുന്നതിൻ്റെ സോഴ്സ് എന്താണ്? അപ്പോൾ നിങ്ങൾ കാത്തലിക്കാണോ? ഞാൻ കാത്തലിക്കാണ്. എന്നുവെച്ചാൽ എവിടെയാണ് ശുശ്രൂഷ ചെയ്യുന്നത്? എവിടെ? എനിക്കൊന്ന് വന്ന് കാണാനാ. ആരാണ് നിങ്ങളുടെ സ്പിരിച്വൽ ഫാദർ? ആരാ സ്പിരിച്വൽ ഫാദർ? അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാവരെയും അങ്ങനെ ഫാദറായിട്ട് തന്നെ കാണും. ഞാൻ അങ്ങനെയല്ലല്ലോ, ശുശ്രൂഷയിൽ ആരെങ്കിലും അതൊന്നുമല്ല, അങ്ങനെയൊന്നുമില്ലോ സഹോദര എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് നേരിട്ട് കാണണം, അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു. നേരിട്ട് കാണാൻ പറ്റില്ല, ഫോണിലൂടെയാണ്, അക്കൗണ്ട് ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ട് സന്ദേശം വേണം, ഇതാണ് കാര്യം എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഇയാളോട് ഞാൻ സംസാരിക്കുകയും ഞാനിവിടെ പ്രാർത്ഥിച്ച് മെസ്സേജ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ ആദ്യം ഞാൻ വിളിച്ച സമയത്ത് ഒരു വീടിന് വെളിയിൽ നിൽക്കുക. രണ്ടാമത് ഞാൻ കോൾ ചെയ്ത സമയത്ത് ഇയാൾ അകത്ത് നിൽക്കുന്നതാണ് ഈശോ കാണിച്ചിരുന്നത്. ഇയാളുടെ റൂമിലേക്ക് ഡോറ് തുറന്ന് കയറുന്നതൊക്കെ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. റൂമിൽ കയറി ഞാൻ നോക്കുമ്പോൾ ഒരു ചെയറിലിരുന്ന് വലതുവശത്ത് ഒരു വിഗ്രഹം, ആ വിഗ്രഹത്തിൻ്റെ ശിരസിലിങ്ങനെ കൈവച്ചിരിക്കുക. ആ വിഗ്രഹത്തിൻ്റെ ഒരാൾ രൂപം പോലെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൈവച്ചിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാനിങ്ങനെ ചോദിച്ചു, വലത്തെ കയ്യിൽ എന്താണെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഫോൺ കട്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ആ ഫോൺ ഇതുവരെ റിങ് ചെയ്തിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചാത്തനെ വെച്ചിട്ടാ സന്ദേശം എടുക്കണേ, ക്രിസ്ത്യാനിയാ. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്ന ഒരു സാക്ഷ്യവും കേട്ടറിവല്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലുള്ളതും അല്ലാതെ ഞാനൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടുമില്ല. ചാത്തനെ വെച്ചിട്ടാ സന്ദേശം കറക്റ്റാകണമെങ്കിൽ അരൂപി പ്രവർത്തിക്കാതെ പറ്റില്ല. സന്ദേശം കറക്റ്റാകണമെങ്കിൽ ഒന്നെങ്കിൽ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദുഷ്ടാരൂപി പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവ് വരുന്ന സന്ദേശമാണോ, നിനക്കത് ഉപകരിക്കും, നിൻ്റെ ഫ്യൂച്ചർ അതുവഴി അനുഗ്രഹിക്കപ്പെടും. മറ്റ് സോഴ്സിൽ നിന്നാണോ സന്ദേശം വരുന്നത്, സന്ദേശം കറക്റ്റായിരിക്കും, പക്ഷെ നിനക്കത് യൂസ്ഫുൾ ആയിരിക്കില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലത് കയ്യിൽ ഇത് വെച്ചിട്ട് പുള്ളി ഇരിക്കുക. ആ സമയത്ത് പുള്ളി ഇങ്ങനെ ധ്യാനിക്കുക. പ്രിയമുള്ള ദൈവജനമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന വ്യക്തികളെ തിരിച്ചറിയാൻ ഈ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണോ സംസാരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്.
അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ പറയട്ടെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്താണോ ദൈവകൃപ, അതിൽ നിന്ന് നിങ്ങൾ അടുത്തതിലേക്ക് പോകണേ. അത് അവിടെ ഇരിക്കട്ടെ. ഞാൻ അടുത്തത് വേറെ ധ്യാനം കൂടി അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാം എന്ന് വിചാരിച്ചിരിക്കരുത്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിന്ന് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം സന്ദേശങ്ങളെ. ഹല്ലേലൂയ. നിങ്ങളോട് എനിക്കിത് പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ ശുശ്രൂഷകരൊന്നുമല്ല. എന്നിട്ട് ഞാൻ നിങ്ങളോട് ഇത് പറയാൻ കാരണം തെറ്റുപറ്റാതിരിക്കാനാണ്, ശുശ്രൂഷകരുടെ പുറകെ ഓടാതിരിക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞങ്ങളെപ്പോലുള്ളവരുടെ പുറകെ നിങ്ങൾ വരേണ്ട ആവശ്യം നിങ്ങളെ സംബന്ധിച്ചില്ല. കാരണം നിങ്ങളും ഞങ്ങളെപ്പോലെ കുദാശകൾ സ്വീകരിക്കുന്നവരാ. ഞങ്ങൾക്ക് കിട്ടുന്ന അത് എന്താണോ അത് നിങ്ങൾക്കും കിട്ടണം. സന്ദേശങ്ങൾ എടുക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ കണ്ണുകളെ ഒരുക്കണം. അശുദ്ധമായത് കാണരുത്, വ്യർത്ഥമായത് സംസാരിക്കരുത്, പാടില്ലാത്തത് കേൾക്കരുത്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് 3 ഓക്കെ ആണോ, ബാക്കി ഓക്കെ ആകും. പഞ്ചേന്ദ്രിയങ്ങൾ ശിരസിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അതായത് സ്കിൻ മാത്രം മൊത്തം ശരീരത്തിലുണ്ടെങ്കിലും ബാക്കിയെല്ലാം ശിരസിലാണ്. ക്രിസ്തു നമ്മുടെ ശിരസ്. കർത്താവ് നാവിലേക്ക്, പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നിലേക്കാണ് പരിശുദ്ധാത്മാവിനെ നിക്ഷേപിക്കുന്നതിൻ്റെ ഒരു അടയാളം തന്നത് അഗ്നി നാവായിട്ടാണ്. അപ്പം നിങ്ങൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവണം. എന്തുകൊണ്ട് പഞ്ചേന്ദ്രിയത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പുറപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ബോധ്യവും കാഴ്ചപ്പാടും നിങ്ങൾക്ക് ഉണ്ടാവണം. ഹല്ലേലൂയ. ഓരോ വചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് വായിച്ചു നോക്കി അതിൽ നിന്ന് സ്വീകരിക്കാവുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ നിങ്ങൾ സ്വീകരിക്കണം. ഹല്ലേലൂയ. ഈശോ സംസാരിച്ച വചനം നിങ്ങൾ എടുത്തു വെച്ച് അത് തന്നെ നിങ്ങൾ ഉരുവിടണം. ഹല്ലേലൂയ. ഈശോ ബൈബിളിൽ പലതും പറഞ്ഞേക്കുന്നത് എല്ലാം നിങ്ങൾ എഴുതി വെക്കണം, എഴുതിയെടുക്കണം നോട്ടിൽ. അതുമാത്രം നോട്ട് ചെയ്ത് വെച്ച് അത് നിങ്ങൾ ഉരുവിടണം. ഈശോ ഉരുവിട്ടത് നിങ്ങൾ ഉരുവിടുമ്പോൾ നിങ്ങളിൽ ലഭിക്കുന്ന അതൊരു പല ആവർത്തി, ചുരുങ്ങിയതൊരു 33 തവണ ആ വചനം നിങ്ങളിങ്ങനെ ഇടവിടാതെ ഉരുവിട്ട് നോക്കിക്കോ. നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളിൽ വരുന്നൊരു വൈബ്രേഷൻ, നിങ്ങളിൽ വരുന്ന ഒരു ചലനത്തെ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, ഇതാർക്കും സാധ്യമാണ്. ശുശ്രൂഷകൻ്റെ അവകാശം മാത്രമല്ല ഇത്. സകല മനുഷ്യരുടെയും ദൈവമായ കർത്താവാണ് അവനെങ്കിൽ സകല മനുഷ്യർക്കും ഇത് കിട്ടിയേ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വീണ്ടും പറയുന്നു, കൃപ സ്വീകരിക്കണം, കൃപ ചോദിക്കണം, കൃപ മാത്രം ചോദിക്കണം. ഇവിടെ വന്നതിൽ 80% പറഞ്ഞത് മക്കളുടെ നിയോഗങ്ങളാണ്. മാതാപിതാക്കൾ കെട്ടിച്ചു വിട്ട മക്കളുടെ നിയോഗങ്ങളും കൊണ്ടാണ് പലരും വന്നത്. വിവാഹം കഴിപ്പിച്ച് അവൻ മാതാപിതാക്കളെ വിട്ട് അവളോട് ചേരും. പക്ഷെ മാതാപിതാക്കൾ ഇപ്പോൾ അവനെ വിട്ടിട്ടില്ല. നിയോഗങ്ങളുടെ പേര് പറഞ്ഞ മക്കളെ മടിയിരുത്തിക്കൊണ്ട് നടക്കുക മാതാപിതാക്കൾ. നിങ്ങൾ ആദ്യം ഇതിൽ നിന്നൊന്ന് പുറത്തു വരണേ. മക്കൾക്ക് വേണ്ടി ജീവിതം ബലിയാടാക്കി തീർക്കുന്ന മാതാപിതാക്കളാണ് ഈ കാലഘട്ടത്തിൽ. നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ കുറയും. നിങ്ങൾ വിവാഹം കഴിപ്പിച്ച് വിട്ടോ, പിന്നെ നിങ്ങൾ അവരുടെ ഭാരമൊന്നും നിങ്ങൾ ഏറ്റെടുക്കരുത്. പിന്നെ നിങ്ങൾ സ്വസ്ഥമാകുക, ക്രിസ്തുവിനെ ഏറ്റെടുക്കുക പകരമായിട്ട്. മാതാപിതാക്കളെ, നിങ്ങൾ ക്രിസ്തുവിനെ ഏറ്റെടുക്കണം. മക്കൾക്ക് വേണ്ടി ജീവിതം തീർക്കല്ലേ. നിങ്ങളുടെ സ്വർഗം കിട്ടില്ല, ശുദ്ധീകരണ സ്ഥലത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ആയുസ്സിൽ ഒരു കാലഘട്ടം മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചു, അവരെ വളർത്തി, അവർക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ കൊടുത്തു. വിദ്യാഭ്യാസവും ജോലിയും വീടും എല്ലാം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. വീണ്ടും അവർക്ക് അവസ്ഥകൾ മോശമാണെന്ന് പറഞ്ഞ് അവരുടെ കാര്യങ്ങളും നിയോഗങ്ങളും നിങ്ങളുടെ തലയിലെടുത്ത് വെക്കരുത്. അവരുടെ നിയോഗം അവർക്കുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മാതാപിതാക്കൾ ഏറ്റെടുക്കരുത്. നിങ്ങൾ ഇതുപോലെ അനേകായിരങ്ങളുടെ നിയോഗങ്ങൾ വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ, എങ്കിലേ നിങ്ങൾക്ക് സ്വർഗം കിട്ടുകയുള്ളൂ. മക്കളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ആയുഷ്കാലം മുഴുവൻ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഈ മക്കൾ പൊടിയും തട്ടിപ്പോവും. നാളെ നിങ്ങൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുമ്പോൾ ഇവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് നിങ്ങൾക്ക് എന്തുറപ്പുണ്ട്? കാരണം നിങ്ങളെല്ലാം അവർക്ക് കൊടുത്താണ് അവർക്ക് പരിചയം. അവരൊന്നും നിങ്ങൾക്ക് തന്ന് അവരെ നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് മക്കളുടെ ഭാരം ഒത്തിരി നിങ്ങൾ കൊണ്ട് നടക്കല്ലേ, ഒന്നിൻ്റെയും ഭാരം ഒത്തിരി ഏറ്റെടുക്കല്ലേ. നിങ്ങളുടെ ആത്മസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവരുടെ ആത്മസ്ഥിതിക്ക് വേണ്ടി നിങ്ങൾ നിൽക്കല്ലേ. നിങ്ങളുടെ ആത്മസ്ഥിതിയെക്കുറിച്ച് നിങ്ങൾ ബോധം ഉണ്ടാവണം. ഞാൻ ഇന്നു മരിച്ചാൽ എവിടെ എത്തും എന്നുള്ളതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാവണേ. ഞാൻ ഇന്നു മരിച്ചാൽ ഞാൻ എവിടെ എത്തും എന്നുള്ളതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാവണം. അത് ഓക്കെ അല്ലെങ്കിൽ അത് ആദ്യം ഓക്കെ ആക്കിയിട്ടേ ബാക്കിയുള്ളതിൻ്റെ പുറകെ നിങ്ങൾ പോകാവൂ. ഹല്ലേലൂയ. പല മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടി ജീവിച്ചവരിന്ന് വൃദ്ധസദനത്തിലുണ്ട്.
അവർ ഈശോയെ മറന്നുപോയി. പ്രിയപ്പെട്ടവരെ, മക്കളെ ഓർത്തിരുന്നപ്പോൾ തമ്പുരാനെ മറന്നുപോയി. അവർ പറയുന്നത് എൻ്റെ കടമയല്ലേ. കടമ കഴിഞ്ഞു. കടമ മരണം വരെയുള്ള ഒരു കടമയും ദൈവം നിങ്ങൾക്ക് തന്നിട്ടില്ല. എല്ലാം ഓരോ കാലഘട്ടത്തേക്കുള്ള കടമകളെ കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. അതും കഴിഞ്ഞ് വീണ്ടും എടുത്തു വയ്ക്കുക. നിങ്ങൾ പലരും വന്നു, അവരുടെ അപ്പുറത്തെ വീട്ടിൽ അയാളുടെ പെങ്ങളുടെ കെട്ടിയോൻ്റെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള നിയോഗങ്ങളാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഞാൻ ചോദിച്ചു, ഇതൊക്കെ ഇതിനെ നിങ്ങൾ കൊണ്ടുവരുന്നത്? അവരോട് വരാൻ പറ. അല്ല, ഞാൻ എന്തായാലും ഈ വഴിക്ക് വന്നതല്ലേ. ചിലതൊക്കെ ഒരു 200 പേജിൻ്റെ നോട്ട്ബുക്കിൽ എഴുതി കൊണ്ടുവന്നിരിക്കുക. ബ്രദറെ, ഇതുണ്ടല്ലോ ഓരോന്നിങ്ങനെ മറിച്ച് ഞാൻ പറയും, ഇത് ഇത്രയും സന്ദേശമാണ് എടുക്കുന്നത്, മിസ്യൂസ് ചെയ്യല്ലേ. നിങ്ങൾ കുറേ നിയോഗം കൊണ്ടൊന്നും ഇടരുത്. നിങ്ങൾക്ക് ഭാരം കൂട്ടരുത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ആത്മസ്ഥിതിക്ക് വേണ്ടിയിട്ടേ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ. നിങ്ങളുടെ ആത്മസ്ഥിതി അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നിയോഗങ്ങളും പ്രാർത്ഥനകളെല്ലാം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങളുടെ ആത്മസ്ഥിതി സ്വർഗത്തിലെത്തേണ്ടത് ആത്മാവാണ്. ഒരുപക്ഷെ അതിനുവേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയുടെ രീതി തന്നെ നിങ്ങൾ മാറ്റേണ്ടി വരും. ഒത്തിരി സമയം പ്രാർത്ഥിച്ചാലും സ്വർഗത്തിലെത്തത്തില്ല പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥിക്കുന്നതിന് വിവേകത്തോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോവും. അതുകൊണ്ട് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ വിശുദ്ധീകരിച്ച് നന്മയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ആ തെറ്റ് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കി ആയുഷ്കാലം മുഴുവൻ ആ തെറ്റിനെ കുറിച്ച് ഓർത്ത് വിലപിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവഹിതമല്ല. പാപത്തെ കൺവേർട്ട് ചെയ്യണം. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ ഈശോയുടെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ ഈശോ അവളെ എന്താക്കി എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. കുഴിമാടത്തിലിട്ട ലാസറിനെ കർത്താവ് ഏത് ഫോമിലേക്ക് മാറ്റി? ഗരസേനരുടെ നാട്ടിലുണ്ടായ പിശാച് ബാധിതനെ കർത്താവ് ഏത് ഫോമിലേക്ക് മാറ്റി? കർത്താവിൻ്റെ തിരുവിലാവ് കുത്തിത്തുറന്ന ലുങ്കീനോസിനെ കർത്താവ് ഏത് ഫോമിലേക്ക് മാറ്റി? കർത്താവിനെ ബന്ധിച്ച ഭൃത്യൻ്റെ ചെവി പത്രോസ് ഛേദിച്ചപ്പോൾ കർത്താവിന് സൗഖ്യം കൊടുത്ത് അവനെ മാനസാന്തരപ്പെടുത്തി. ഇങ്ങനെ എവിടെയെല്ലാം ക്രിസ്തുവിൻ്റെ അടുത്ത് എത്തിയോ അതെല്ലാം മറ്റൊരു തലത്തിലേക്ക് കർത്താവ് മാറ്റിയിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ഫോമിൽ തന്നെ ഒരാളെയും ഈശോ വിട്ടില്ല. ഈശോയുടെ അടുത്ത് വന്നവരാരും വന്ന രീതിയിൽ മടങ്ങിയില്ല. മറ്റൊരവസ്ഥയിലേക്ക് ഈശോരെ മാറ്റിയാണ് അവരെ പറഞ്ഞയക്കുന്നത്. 12 ശിഷ്യന്മാരെ ക്രിസ്തുവിൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴും ക്രിസ്തുവിൽ നിന്ന് പോയപ്പോഴും രണ്ടും 2 തരത്തിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് ലഭിക്കുന്നതിനെയും ഇത്തരത്തിൽ നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യണം. മറ്റൊരവസ്ഥയിലേക്ക് അതിനെ മാറ്റണം. ജീവിത സാഹചര്യങ്ങളെയാണെങ്കിലും മറ്റൊരവസ്ഥയിലേക്ക് അതിനെ മാറ്റി തമ്പുരാന് സമർപ്പിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ എവിടെ നിൽക്കുന്നു, ആരെങ്കിലും നിങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചാൽ അവിടെ നിന്ന് നിങ്ങൾ ദൈവത്തെ സ്തുതിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളോട് ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടോ, നിങ്ങൾ അന്ന് തന്നെ സമർപ്പിച്ച് കിടക്കുന്നതിനുള്ളിൽ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. ബെഡിലേക്ക് കയറ്റരുതൊന്നും. നിങ്ങളുടെ കിടക്കയിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് തന്ന ഒരു നിയോഗങ്ങളും ബെഡിൽ നിങ്ങളുടെ പാർട്ട്ണറിനോടൊത്ത് ഡിസ്കസ് ചെയ്യരുത്. ഹല്ലേലൂയ. ബെഡിൽ കിടക്കുന്നത് നീയും നിൻ്റെ ആത്മാവും മാത്രമേ പാടുള്ളൂ. ഉത്കണ്ഠകൾ ബെഡിൽ കയറരുത്. പിന്നീട് നിങ്ങൾ ആ ബെഡിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് രോഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ആ ബെഡ് നിങ്ങൾക്ക് ഭയങ്കര ഭാരമായിരിക്കും. ബെഡ് ഭയങ്കര അപകടം പിടിച്ചൊരു സംഭവമാണ്. എടുത്ത് കിടക്കാൻ കർത്താവ് പറഞ്ഞ് വെറുതെ ഒന്നുമല്ല. കിടക്കയെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അപകടം പിടിച്ചത്. നമ്മുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ ഏറ്റവും കൂടുതൽ പൈശാചിക ശക്തി എവിടെയെന്ന് വെച്ചാൽ അത് കിടക്കയിലാണ്. നിങ്ങളുടെ ആകുലതകളും ഉത്കണ്ഠകളും ജഡിക പാപങ്ങളും എന്ന് വേണ്ട നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചത് ഉൾപ്പെടെ നിങ്ങൾ കണ്ട ദുസ്വപ്നങ്ങൾ ഉൾപ്പെടെ കംപ്ലീറ്റ് കിടക്കുന്നത് കിടക്കയിലാണ്. നിങ്ങൾ വീണ്ടും ഇവിടെ നിന്ന് നേരെ പോയൊരു ഒറ്റ കിടപ്പല്ലേ ആയിരിക്കുമല്ലോ. അങ്ങനെയാണ് എൻ്റെ രീതി. നേരെ പോയിട്ട് ഡ്രസ്സ് പോലും മാറാതെ നമ്മളിങ്ങനെ മലന്ന് ഒരൊറ്റ കിടപ്പ് കിടക്കും. ആ ഒരു കിടപ്പ് എന്താണെന്ന് അറിയോ? ഞങ്ങൾ ശുശ്രൂഷ കഴിഞ്ഞൊരു ഡെലിവറൻസ് മിനിസ്ട്രി ചോദിച്ചാൽ പറയും, വീടിന് വെളിയിൽ കൊണ്ട് ഡ്രസ്സ് മാറിയിടാൻ പറയും. എന്നിട്ട് കുളിച്ചല്ലാതെ ഈ ഒരു ഡ്രസ്സും ബെഡ്റൂമിൽ കയറില്ല. ഞങ്ങളുടെ നിന്ന് ഒരു ഡ്രസ്സും പുറത്തു പോയി വന്ന ഒരു ഡ്രസ്സും ബെഡ്റൂമിലെത്തില്ല. ബെഡ്റൂമിൽ കിടക്കാനുള്ള വ്യക്തി മാത്രം എത്തിയാൽ മതി. കിടക്കാനുള്ള വ്യക്തി അത് സ്വർഗമാക്കണം. അത് നിങ്ങൾക്ക് ഒരു അസുഖങ്ങളുടെ എണ്ണം കുറക്കാൻ പറ്റും. ബെഡിൽ ഒരു സാധനം ഡ്രസ്സൊന്നും മാറി ഒരറിയത്തി അത് പാടില്ല. നമ്മുടെ മക്കളെ അത് പരിശീലിപ്പിക്കണേ. ഒരു സാധനം നിങ്ങളെ ഫോൺ ബെഡിൽ വെക്കരുത്. ഫോണിലുള്ള ഫോണിൽ കണ്ടതെല്ലാം ബെഡിൽ വരും. നിങ്ങൾ ഫോണിൽ എന്തെല്ലാം കണ്ടിട്ടുണ്ട്?
എത്ര പേര് പ്രയർ റിക്വസ്റ്റ് ചോദിച്ചിട്ടുണ്ട്? ആ ഫോൺ ബെഡ് വെച്ചാൽ മതി, ആ സ്പിരിറ്റ് കംപ്ലീറ്റ്, ആ ഫോണിൻ്റെ കംപ്ലീറ്റ് സ്പിരിറ്റ് ആ ബെഡിലുണ്ടാവും. ബെഡിലൊന്നും വെക്കരുത്, ബെഡിൽ ഫോൺ വെക്കരുത്, ബെഡിൽ മറ്റേതെങ്കിലും റിമോട്ട് പോലുള്ള സംഭവങ്ങളൊന്നും ബെഡിൽ വെക്കരുത്, ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും ബെഡിൽ വെക്കരുത്. കാരണം ഏറ്റവും കൂടുതൽ ഈവിൾ സ്പിരിറ്റ് ഉള്ളത് ഇലക്ട്രോണിക് ഐറ്റംസിലാണ്. നിങ്ങളുടെ വീട്ടിൽ സ്പിരിറ്റ് തിന്മയുടെ ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയാനായിട്ട് നിങ്ങളുടെ ഇലക്ട്രോണിക് ഐറ്റംസ് നോക്കിയാൽ മതി, പെട്ടെന്ന് ഡാമേജ് ആവാൻ തുടങ്ങും. ഈ ലൈറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും, ചിമ്മിക്കൊണ്ടിരിക്കും, എന്തോ ഒരു ഉറക്കക്കുറവ് പോലെ, ആൾ വേറെയാണ്. അയൺ ബോക്സ്, നിങ്ങളുടെ ബാക്കി സിസ്റ്റംസ്, നിങ്ങളുടെ ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം ഇങ്ങനെ അടിക്കടി ഡാമേജ് ആവുന്നുണ്ടോ? നിങ്ങളെ വീടൊന്ന് വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു അച്ഛനെ വിളിച്ച് വെഞ്ചരിക്കണം, അച്ഛനെ വിളിച്ച് വെഞ്ചരിക്കണം. അവിടെ അസ്വസ്ഥതകൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇലക്ട്രോണിക് ഐറ്റംസ് ശ്രദ്ധിക്കുക, അതിനകത്തുണ്ട് ആൾ. അതുകൊണ്ട് അത് ഒത്തിരി സമയം കൊണ്ട് നടക്കരുത്. ഫോൺ ഒത്തിരി സമയം പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് വരുന്ന പുരുഷന്മാരിൽ മെജോറിറ്റിയും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് വീക്കമാണ്. ഈ ഫോൺ ഈ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുക. വരുന്ന പുരുഷന്മാരിൽ അത് യൂത്ത് മുതൽ ഇങ്ങോട്ട് നിങ്ങൾ എടുത്തേക്ക് പ്രോസ്റ്റേറ്റ് വീക്കമാണ് എല്ലാ പുരുഷന്മാരെ സംബന്ധിച്ച്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ല, അതീവിള. ഒരു കൈപ്പാട് അകലെ വെക്കണം, തൊട്ടടുത്ത് വെക്കരുത്. കൂടെ കൊണ്ടു നടക്കാൻ നിങ്ങളുടെ ഭാര്യയും സഹോദരിയൊന്നും അല്ലത്. അതിന് അതിൻ്റേതായിട്ടുള്ളൊരു സ്പേസ് കൊടുത്ത് അവിടെ ഇരുത്തിക്കൊള്ളണം. അതിനെ വീട്ടിൽ നിൽക്കുമ്പോഴും ഇത് കൈ പിടിച്ച് നടക്കുന്നവരുണ്ട്, പാടില്ല. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നാമത്തെ ഘടകം നിങ്ങളുടെ മൊബൈൽ ഫോണാണ്. അതിനകത്തുള്ള ഓരോ ആപ്ലിക്കേഷൻസും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സാത്താൻ്റെ തന്ത്രങ്ങളാണ്. അതിനകത്ത് നിങ്ങൾ യൂട്യൂബ്, ഇൻസ്റ്റ, ഫേസ്ബുക്ക് ഇതൊക്കെ നിങ്ങളെടുത്ത് മാറ്റുക. കേട്ടത് എൻ്റെ ഫോണിൽ ഈ മൂന്നുമില്ല. എനിക്ക് യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ പോലും എൻ്റെ ഫോണിൽ യൂട്യൂബില്ല. നിങ്ങൾ പരിശോധിച്ചു, എൻ്റെ ഫോണിൽ യൂട്യൂബില്ല, എൻ്റെ ഫോണിൽ ഇൻസ്റ്റാഗ്രാമില്ല. എനിക്കതുവഴി എനിക്ക് വേണം വചനം കൊടുക്കാൻ, ഞാൻ കൊടുക്കാറുമില്ല. കർത്താവിനില്ല ഫേസ്ബുക്ക് ID ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതുവഴി കർത്താവിനെ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റ വഴി ഈശോയെ കൊടുക്കാനായിട്ട് പലരും പറഞ്ഞു. ഈ യൂത്തിനെ ധ്യാനിപ്പിക്കുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് ഇൻസ്റ്റ ID ആണ്. ബ്രദറിൻ്റെ ഇൻസ്റ്റ ID പറയുമോ? ഇൻസ്റ്റ ID അതിപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ ബ്രദർ എപ്പോഴാണ് ഇടുന്നത്, അതിലെന്തൊക്കെയാണ് ഒന്നും ഞാൻ പറയാം, ഒന്നുമില്ല മക്കളെ. നേരിട്ട് വന്നുകൂട്. വചനം എന്ന് പറയുന്നത് അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ് കർത്താവിൻ്റെ ശക്തി വരുന്നത്. ഇതേ നാവ് കൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ചീത്ത വിളിക്കുന്നത്. ഇതേ നാവ് കൊണ്ടാണ് നമ്മൾ ശപിക്കുന്നത്. ഇതേ നാവ് കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. നമ്മളൊരാളെ ശപിച്ചതിന് ശേഷം ഉടനെ എടുക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് രോഗത്തിന് കാരണമാകും. ഒരാളെ ചീത്ത വിളിച്ചതിന് ശേഷം ഉടനെ എടുക്കുന്ന ഭക്ഷണം, ഉടനെ കുടിക്കുന്ന വെള്ളം, ആദ്യം ഇറക്കുന്ന ഉമിനീര് നിങ്ങൾക്ക് രോഗത്തിന് കാരണമാവും. ഉമിനീരിറക്കണം കേട്ടോ, ഉമിനീരൊന്നും ഇറക്കാതിരിക്കല്ലേ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ വിശുദ്ധീകരിക്കണം, അധരത്തെ വിശുദ്ധീകരിക്കണേ, ഹൃദയത്തെ വിശുദ്ധീകരിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ ധൃതി പിടിച്ച് കാറോടിച്ച് പോകുമ്പോൾ കുറേ ചീത്ത വാക്കുകൾ കേൾക്കാനുള്ള അവസരം തമ്പുരാൻ തരാറുണ്ട്. ഇഷ്ടംപോലെ ചീത്ത വാക്ക്. കാരണം എവിടെയെങ്കിലും കൊണ്ടുപോയി മുട്ടിക്കാതെ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ബ്ലോക്കിലിങ്ങനെ കുത്തിക്കയറ്റി. കാരണം അപ്പോൾ കാറിലിരിക്കുമ്പോൾ എന്നെ കോൾ വരും, ബ്രദർ എത്തിയില്ല, ഇപ്പം എത്തും. എവിടെ എത്തി? ഞാൻ 10 മിനിറ്റ് ദൂരത്തെത്തി. അപ്പോൾ ഒരു 50 കിലോമീറ്റർ ഇപ്പുറത്തായിരിക്കും, എന്നാലും 10 മിനിറ്റ് ദൂരത്തെത്തിയിട്ടുണ്ട്. സ്ഥലം എനിക്കറിയാൻ പാടില്ല, ഒന്നും കാണാൻ പറ്റില്ല. കാരണം നുണയെ പറയേണ്ടി വരുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ മുട്ടിച്ച് പോയൊരു സ്ഥലത്തെത്തിയപ്പോൾ ഒരാളുടെ വണ്ടിക്കിട്ട് തട്ടി. ആൾ 2 വീലർ പോയിക്കൊണ്ടിരിക്കാൻ ബാക്കിൽ തട്ടി. അയാൾ ഇറങ്ങി വന്നിട്ട് ഗ്ലാസ് താത്താം. ഞാൻ ഗ്ലാസ് താത്തി. ആരുടെ മദറിനെ മാരേജ് കഴിക്കാൻ പോവുകയാണ് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ശുശ്രൂഷയ്ക്ക്. ഓ ബ്രദറാണോ? ഞാൻ പറഞ്ഞ ബ്രദറാ. സോറി കേട്ടോ, ഞാൻ ഇനി പറയണ്ട, കിട്ടാനുള്ളത് ആദ്യമേ കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു മാരേജ് ഫംഗ്ഷന് ടൈമായി, എന്നെ വിടണം. പുള്ളി ചോദിച്ചാൽ അതാണല്ലോ, ആരുടെ മദറിനെ മാരേജ് കഴിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു മാരേജ് ഫംഗ്ഷന് ടൈമായിട്ടിരിക്കുക, എന്നെ പോകാൻ അനുവദിക്കണം. പ്രിയപ്പെട്ട ദൈവജനം, ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കുള്ളൂ. നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യത്തിന് ഇറങ്ങുമ്പോഴേ ഏറ്റവും കൂടുതൽ തടസ്സങ്ങൾ വരുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ മെഴുകുതിരി കത്തിക്കുമ്പോഴേ ഫോൺ റിങ് ചെയ്യുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ മെഴുകുതിരി കത്തിച്ചോ, ഫോൺ റിങ് ചെയ്യും. അത്യാവശ്യം വരുന്ന കോൾ വരും.
8 മണിക്കായിരിക്കും ഏറ്റവും കൂടുതൽ കോൾസ് നിങ്ങളുടെ ഫോണിൽ വരുന്നത്. 8 മണിയാണ് കുടുംബ പ്രാർത്ഥനയുടെ ടൈം. 8 മണിക്ക് നിങ്ങൾക്ക് പതിവില്ലാത്ത തലവേദനയും ഇരിക്കാൻ പറ്റാത്ത വിധം നടുവിന് ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. 8 മണിക്കായിരിക്കും നിങ്ങൾ ക്ലീൻ ചെയ്യാൻ ഇറങ്ങുന്നത്. 8 മണിക്കായിരിക്കും നിങ്ങളുടെ റൂം ക്ലീൻ ചെയ്യാൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതല്ലെങ്കിൽ 7 മണിക്ക് തുടങ്ങി 9 മണിക്ക് അവസാനിക്കുന്ന ഒരു ക്ലീനിങ് സെഷൻ നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ടാകും. 8 മണി അതിന് മിഡിലിൽ വരും. നിങ്ങളെടുത്ത് നോക്കി, ഇതെല്ലാ കുടുംബങ്ങളിലും ഉള്ളതാണ് അല്ലേ? ആണ്. 8 മണിക്കായിരിക്കും നിങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ അധികമായ ഒരു ത്വര വരുന്നത്. ഇപ്പം പഠിച്ചാലേ തലയിൽ കയറുള്ളൂ. നൈറ്റ് മുഴുവൻ ഇരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിക്കൊണ്ടുവരികയാണ്. കാരണം ഇപ്പോൾ എല്ലാം നോട്ട്സും മൊബൈൽ ഫോണിലായതുകൊണ്ട് മക്കൾക്ക് പഠിക്കാൻ എളുപ്പം നൈറ്റാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കലൊരു അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ മകൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അവൾക്ക് തലയിൽ കയറുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ബ്രദർ പ്രാർത്ഥിക്കുന്നത് വെച്ചാൽ മകൾ എവിടെയാണ്? അവളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. രാത്രി 12 മണിക്ക് എന്നെ വിളിക്കുന്നത്. അവൾ റൂമിൽ കഥകടച്ചിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പുറത്ത് 2 കൈയും വിരിച്ചു പിടിച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ബ്രദർ ഉറങ്ങിയോന്നറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ അത് ചോദിച്ചാൽ പോരെ, പ്രയർ റിക്വസ്റ്റ് എന്തിനാണ് പറയണേ? അല്ല, അത് കൂട്ടത്തിൽ ഇത് ഇരിക്കട്ടെ. അപ്പോൾ ഞാനത് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഫോണിൽ കൂടി അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈശോ പറഞ്ഞു, മുറിയിൽ ചെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അവൾ എപ്പം മുറിയിൽ കയറിയതാ? അവൾ 7:30-8 മണിക്കുള്ളിൽ കയറിയതാ. പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അനക്കം വല്ലതും ഉണ്ടോ? അനക്കൊന്നും കേൾക്കുന്നില്ല, അത് സൈലൻ്റായിട്ടായിരിക്കും പഠിക്കുക. ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടാവും പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, റൂമിലൊന്ന് ചെന്ന് നോക്കാമോ എന്ന് ചോദിച്ചു. റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ മോള് റൂമിലില്ല. ഹല്ലേലൂയ. അമ്മ ഇപ്പുറത്ത് 2 കൈയും വിരിച്ചു പിടിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മോള് ആ റൂമിൻ്റെ ബാക്ക് ഡോർ വഴി അവൾ പുറത്ത് പോയി. ബാക്കിലൊരു ബൈക്ക് വന്നിട്ടുണ്ട്, ആ ബൈക്കിൽ കയറി അവൾ പോയി. അമ്മ ഇപ്പുറത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു മുറിക്ക് ഒരു ഡോറാണ് നല്ലത് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മുറിക്ക് ഒരിക്കലും നിങ്ങൾ 2 ഡോർ വെച്ച് കൊടുക്കരുത്, പ്രത്യേകിച്ച് മക്കളുടെ മുറിക്ക്. മുറിച്ച് നോക്കിയപ്പോൾ മകളില്ല. ഇതുപോലൊരു അമ്മ, ഞാൻ ഇന്നലെ പറയായിരുന്നു, ഇതുപോലൊരു അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ മോൾ കുറേ അവളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്, ഡിവോഴ്സാണ്, അതാണ് ഇതാണ്, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ഓടിപ്പോയി അവളുടെ മുറി പോയി നോക്കാൻ പറഞ്ഞു. അവളെ മുറിച്ച് നോക്കിയപ്പോൾ അവൾ ഫാനിൽ തൂങ്ങിക്കിടക്കുക, സൂയിസൈഡ് ചെയ്യുക. കണ്ണ് രണ്ടും തള്ളി പുറത്തേക്ക് വന്ന് ലാസ്റ്റ് ബ്രത്ത് എടുക്കുന്ന സമയത്ത് അമ്മ കയറിച്ചെല്ലാം പൊക്കി പിടിച്ചു. 2 മാസം മുമ്പ് നടന്ന കാര്യമാണ് എറണാകുളത്ത്. ഞാൻ ഓടിപ്പോവും. ചില സമയത്ത് തമ്പുരാൻ തുറക്കുന്ന വഴികളുണ്ട്. ആ ഒരൊറ്റ കോളിൽ ആ കോൾ ഞാൻ എടുക്കുകയും ചെയ്യും. ആ കോൾ കറക്റ്റായിട്ട് എടുക്കുകയും ചെയ്യും. അവന് പോയി മുറി നോക്കാൻ ഈശോ പറയുന്നുണ്ട്. വേഗം പോയുള്ള മുറിയിൽ നോക്കെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടുള്ള മുറി ലോക്ക് ചെയ്തിട്ടുണ്ടായില്ല. നിങ്ങൾ ആലോചിച്ചേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതുപോലെ നിങ്ങൾക്ക് വരും വരാഴികകളെക്കുറിച്ച് സന്ദേശങ്ങൾ തരണം. അതാണ് പരിശുദ്ധാത്മാവ്. അതിന് പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ടല്ല, കൃപ എന്ന് പറയുന്നതിന് പല വഴികളുണ്ട് പ്രിയപ്പെട്ടവർ. ആ വഴികളെ ഓപ്പൺ ചെയ്ത് കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് ഈ സന്ദേശം തരുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ദൈവത്തോട് അടുപ്പം തോന്നും. കാരണം സന്ദേശം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. വീണ്ടും ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാൻ തോന്നും, കൂടുതൽ ചേർത്ത് പിടിക്കാൻ തോന്നും. ഈശോയെ അവനെ വിടാൻ തോന്നില്ല നിങ്ങൾക്ക്. എല്ലാം അവൻ നമുക്ക് തരും പരിശുദ്ധാത്മാവിലൂടെ, സഹായകൻ. അതാണ് പറഞ്ഞത്, നിങ്ങളെൻ്റെ കൽപ്പന പാലിക്കണം. പാപത്തെ ഉപേക്ഷിക്കുന്നതാണ് കൽപ്പന. കൽപ്പന പാലിച്ചാൽ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവൻ നിങ്ങൾക്ക് തരുകയും ചെയ്യും. ഹല്ലേലൂയ. ഈ ലോകത്തിന് ആ സത്യാത്മാവിനെ സ്വീകരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ലോകത്തെ അതിൻ്റെ അരൂപികളെയും നിങ്ങൾ പുറത്താക്കുക. ലോകവും അതിൻ്റെ അവസ്ഥകളും തരുന്ന സുഖം നിങ്ങൾ സ്വീകരിക്കരുത്. അതിനകത്ത് കെണിയുണ്ട്, അതിനകത്ത് പരിശുദ്ധാത്മാവില്ല, തിരിച്ചറിയണം. ഒത്തിരി ഉത്കണ്ഠകൾ എടുത്ത് തലയിൽ വെക്കരുത്. ഒത്തിരി പ്രയർ റിക്വസ്റ്റ് എടുത്ത് തല വെക്കരുത്. അവസാനിപ്പിച്ചത് ക്ലോസ് ചെയ്യണം. ഒത്തിരി ദിവസങ്ങളിലേക്ക് പ്രയർ റിക്വസ്റ്റിൻ്റെ കിട്ടിയ പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കരുത്. ഒരു 3 ദിവസത്തിൽ കൂടുതൽ ഒന്നിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. അടുത്തത് എടുക്കുക. ഇൻറ്റൻഷനല്ല, സ്പിരിച്വൽ ഇൻറ്റൻഷൻ. അടുത്തതെടുത്ത് അതിനെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഹല്ലേലൂയ. 8 മണിക്കൂറിൽ കൂടുതൽ നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ഏതെങ്കിലും കമ്പനിയിലോ മറ്റേ ബാങ്കിലോ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, ടീച്ചിങ് ആണോ, ഏതാണോ നിങ്ങളുടെ പ്രൊഫഷൻ, 8 മണിക്കൂറിൽ കൂടുതൽ അതിന് നിങ്ങൾ അനുവദിക്കരുത്. എക്സ്ട്രാ ടൈം അതിന് കൊടുക്കരുത്. കുടുംബജീവിതം നശിച്ചു തുടങ്ങും. കുടുംബജീവിതത്തിൽ വിള്ളലുകൾ സ്റ്റാർട്ട് ചെയ്യും. 8 മണിക്കൂർ, 24 മണിക്കൂർ ദൈവം നമുക്ക് തന്നാൽ അതിൽ 8 മണിക്കൂർ ജോലിക്കും 8 മണിക്കൂർ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും
അപ്പോഴും 8 മണിക്കൂർ മിച്ചമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൽ അത്യാവശ്യം ട്രാവലും ബാക്കിയുള്ള കാര്യങ്ങൾ ഒഴിച്ചാലും വീണ്ടും നിങ്ങൾക്കൊരു 5 മണിക്കൂർ 6 മണിക്കൂർ എങ്ങനെ നിങ്ങൾക്കൊരു ദിവസം എക്സ്ട്രാ ടൈമുണ്ട്. അത് ഈശോയ്ക്ക് കൊടുക്കുക. എക്സ്ട്രാ ടൈമുണ്ട്. അതിൽ നിങ്ങൾ ഒരു 1.5, 2, 3 മണിക്കൂർ ഫോണിലിരുന്നാലും വീണ്ടും 3 മണിക്കൂർ അപ്പോഴുണ്ട്. 3 മണിക്കൂറൊന്നും ഫോണിലിരിക്കരുത്. ദൈവത്തിന് കൊടുക്കുന്ന സമയത്തിൻ്റെ ദശാംശത്തെക്കാൾ കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവന് ദുരിതം. ഒരു ദിവസം 24 മണിക്കൂർ, അതിൽ 2 മണിക്കൂർ 40 മിനിറ്റ് നിങ്ങൾ സമയത്തിൻ്റെ ദശാംശമായിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ 40 മിനിറ്റിനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ദുരിതമാണ്. ചെയ്യരുത്. നിങ്ങൾക്കൊന്നും നേടാൻ പറ്റില്ല. ഒരു ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്യില്ല. നിങ്ങളൊരു ഇൻറ്റൻഷനും നടപടിയാവുകയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഉൾപ്പെടുന്ന ഒരു ടോക്ക് നിങ്ങൾ കേൾക്കണ്ട. എൻ്റെ ഉൾപ്പെടുന്ന ഒരു ടോക്ക് നിങ്ങൾ കേൾക്കണ്ട. അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. യേശുവിനെ അറിയാത്തവർക്ക് കൊടുക്കുക. നിങ്ങൾ ആ സമയം ബൈബിൾ വായിക്കുക. കേരള കത്തോലിക്ക സഭയുടെ ഇന്ന് ഈ കാലഘട്ടത്തെ പ്രശ്നം എന്താണെന്നറിയോ? അവർ ക്വാളിറ്റി നോക്കി ഇരിക്കുന്നവരാണ്. ധ്യാനത്തിൻ്റെ ക്വാളിറ്റിയാണ് ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത്. പണ്ട് വചനം കേൾക്കുമ്പോൾ അഭിഷേകവും വിടുതലും മാനസാന്തരവുമാണെങ്കിൽ ഇന്ന് വചനം കേൾക്കുമ്പോൾ പ്രസംഗം കുറച്ചും കൂടി നല്ലത് മറ്റേ അച്ഛൻ്റെയാണ്. ഇങ്ങനെയാണ് ഇന്ന് വചനം കേൾക്കുന്നത്. വചനത്തെ ഈ രീതിയിൽ കാണുന്ന കാലഘട്ടമാണ് കേരള കത്തോലിക്ക സഭയിൽ. കുറച്ചും കൂടി നല്ല രീതിയിൽ പറയാമായിരുന്നു. പുള്ളിക്കാരൻ്റെ സൗണ്ട് കുറച്ചും കൂടി നല്ലതാണ്. ഈ സിസ്റ്റർ പറയും ഇത്തിരി കൂടി ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്. അവിടെ കുറച്ച് ആ അച്ഛൻ നന്നായിട്ട് ചിരിപ്പിക്കും. ഇങ്ങനെ എടുക്കുന്ന ടോക്ക് വചനമല്ല, ടോക്ക് കൊടുക്കുന്ന വ്യക്തിയെയാണ് ഇന്ന് ലോകം ഫോക്കസ് ചെയ്യുന്നത്. ഈശോ കുറഞ്ഞു, വചനത്തിൻ്റെ അഭിഷേകം കുറഞ്ഞു. പകരം അവതരണ ശൈലി നോക്കിയിരിക്കുക കേരളത്തിൽ. ഇത് തന്നെ നിങ്ങൾ നോർത്ത് ഈസ്റ്റിലേക്ക് പോയിക്കോ, വചനം പ്രഘോഷിക്കുമ്പോൾ ഞാൻ ഇന്നലെ സിസ്റ്ററോട് പറയായിരുന്നു, ഇങ്ങനെ ഈ തളർവാദ രോഗികളെയും കൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കൈക്ക് പിടിച്ചിങ്ങനെ എഴുന്നേൽപ്പിച്ച് എത്ര കേസുകൾ വെറുതെ ചെന്ന് കൈക്ക് പിടിച്ച് എഴുന്നേറ്റ് നടത്തിക്കൊണ്ടുപോകും. ലാസ്റ്റ് വെച്ച ധ്യാനത്തിൽ ഇടവക ധ്യാനം വെച്ചിരിക്കുക. ഞാൻ നോക്കുമ്പോൾ അമ്മയെ കൊണ്ടുവന്നാൽ അപ്പുറം ഇപ്പുറം ഇങ്ങനെ വിക്രം വേതാളം വരുന്ന പോലെ അപ്പുറം ഇപ്പുറം 2 മക്കളും കൂടി ഇതിനെ കൊണ്ട് വരിക. കാലിങ്ങനെ താഴ്ത്തിയാണ് ഇങ്ങനെ ഒരഞ്ഞ് കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ കിടത്തുക. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ട് അവരുടെ കൈക്ക് പിടിച്ച് അവർ സിമ്പിളായിട്ട് എഴുന്നേറ്റ് പോകുന്നു വചനം പറഞ്ഞപ്പോൾ. പക്ഷെ അതിനൊന്നും ഞാനിതൊന്നും പറയാറില്ല ടോക്കുകളിൽ, കാരണം അത് ശരിയല്ല. അത് അങ്ങനെ പറയേണ്ട ആവശ്യം നിങ്ങളോടില്ല. നിങ്ങളിതെല്ലാം വലുത് നിങ്ങൾ കാണുന്നതാണ്. പക്ഷെ ഇത് തന്നെ കേരളത്തിൽ കിടക്കുന്ന വ്യക്തിയെ ക്രെയിൻ ഉപയോഗിച്ച് പൊക്കിയാൽ അത് പൊങ്ങൂല. ഹല്ലേലൂയ. മുഴുവൻ ബൈബിൾ അവിടെ ഇരുന്ന് വായിച്ചോ, ഒരു ഫീലും ഉണ്ടാവില്ല. അവിടെ ഒരു വാക്യം വായിച്ചപ്പോൾ അവിടെ വിടുതൽ കിട്ടിയെങ്കിൽ ഇവിടെ ഫുൾ ബൈബിൾ വായിച്ചാൽ അനങ്ങില്ല. കഴിഞ്ഞു എന്ന് ചോദിക്കും കിടക്കുന്ന വ്യക്തി. കാരണം ഇന്ന് കേരള സഭയിൽ മലയാളികൾ, എക്സ്പെഷ്യലി മലയാളികൾ വചനം കേൾക്കുമ്പോൾ അവർ ടോക്കിൻ്റെ ക്വാളിറ്റി നോക്കി ഇങ്ങനെ ഇരിക്കുക. മറ്റേ ന്യൂസ് ചാനലിൽ ന്യൂസ് റീഡേഴ്സ് ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരുന്നിട്ട് അതിൻ്റെ ക്വാളിറ്റി നോക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ക്വാളിറ്റി ഇത് പോരാ, കുറച്ചും കൂടെ ഇങ്ങനെ ഈ ഉരുട്ടിക്കൊണ്ടിരിക്കുക. അവലോസുണ്ട് പിടിക്കുന്ന പോലെ ഇത് ബ്രദർ ഇത്തിരിയും കൂടെ ഇങ്ങനെ ഈ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുക. നോബിൽ പിടിച്ച് ഇങ്ങനെ ട്യൂൺ ചെയ്ത് ബ്രദേഴ്സിനെ, അച്ഛന്മാരെ, സിസ്റ്റേഴ്സിനെ കറക്റ്റാക്കി ക്ലിയറാക്കി കറക്റ്റ് ഫ്രീക്വൻസി എത്തിക്കഴിയുമ്പോൾ ഒരു ധ്യാനം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വചനം സ്വീകരിക്കുന്നില്ല. നല്ല ടോക്കുകൾ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയ ടോക്കുകൾ, 2 മിനിറ്റ് വീഡിയോസ്. ഞാൻ ചോദിക്കട്ടെ, ഈ 2 മിനിറ്റ് വീഡിയോസ് കുറേ പേര് ഇപ്പോൾ ഇറക്കുന്നുണ്ട്. നിങ്ങളിൽ എത്ര പേരത് കേട്ടിട്ട് മാനസാന്തരപ്പെട്ടു? എല്ലാവരുടെയും ഫോളോ ചെയ്യുന്ന സ്റ്റാറ്റസ് ഞാൻ കാണാറുണ്ട് മിക്കവാറും. എത്ര പേരത് കേട്ടിട്ട് മാനസാന്തരപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ? രസമാണ് അത് കേൾക്കുമ്പോൾ, ഒരു രസം, ഒരു സുഖം. അല്ലാതെ അതിൽ മാനസാന്തരം കിട്ടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? കാരണം അതിൽ പറയുന്നത് മോട്ടിവേഷനാണ്, വചനമല്ല. വചനം കുറവാണ്, അതിൽ കുറേ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. അത് ആർക്കും കൊടുക്കാം. അതിൽ വചനമല്ല, ഫുൾ വചനം പറയുന്ന വൈദികരെ ഞാൻ കണ്ടിട്ടുണ്ട്. വചനം മാത്രം എക്സ്പ്ലനേഷൻ കൊടുക്കും, അതും 2 മിനിറ്റാണ്. പക്ഷെ അതിന് വ്യൂസ് കുറവാണ്. കാര്യം എന്താണെന്നറിയോ? സുഖമില്ല, ഒരു സുഖമില്ല, അതിന് സുഖമില്ല. അച്ഛനെ അവതരിപ്പിക്കുന്നുണ്ടല്ലേ. ഒരച്ഛൻ്റെ ടോക്ക് കേട്ടപ്പോൾ അച്ഛനെന്ന് ഇപ്പോൾ എനിക്കത് ഓപ്പൺ ചെയ്യാൻ തോന്നൂലെന്ന്. അച്ഛൻ ആ വീഡിയോയിൽ ടോക്ക് കൊടുക്കുന്ന നിൽക്കുന്ന ഇങ്ങനെയാണ് കാണുന്നത്.
വചനത്തെ അല്ല. അച്ഛൻ്റെ നിപ്പ് കാണുമ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ തോന്നില്ലെന്ന് പറഞ്ഞാൽ ഇവരെന്താ നോക്കുന്നത്? എവിടെയാ വചനം? എവിടെയാ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വചനം എവിടെയാ മാംസം ധരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, വചനം മാംസം ധരിക്കപ്പെടുന്നില്ല. ഈശോ പറയുന്നു വചനം മാംസം ധരിക്കപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സ്ഥലത്ത് ഞാൻ ക്ലാസ് കൊടുത്ത സമയത്ത് ഇത് ഓൺലൈനിലാണോ എനിക്കറിയില്ല, ഞാനിങ്ങനെ മുഖത്തിങ്ങനെ കൈ വെച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറിൻ്റെ അവതരണത്തിൽ കുറച്ച് വ്യത്യാസം വരുത്തണം. അപ്പോൾ ഞാൻ എന്താണ്, നമ്മൾ പബ്ലിക്കിനെ, ഓഡിയൻസിനെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ഒരിക്കലും കൈ കൊണ്ട് മുഖം മറയ്ക്കരുത്, ഇങ്ങനെ പിടിക്കരുത്, മുഖം തുടയ്ക്കരുത്. അത് അവർക്കെതിരെ ചെയ്യുന്നൊരു ഇത് എന്താ പറയുക, അവരെ നിങ്ങൾ ബഹുമാനിക്കുന്നില്ല എന്നാണ് അതിൻ്റെ മീനിങ്. എൻ്റെ കാലിൻ്റെ താഴെ ഇങ്ങനെ അരിച്ചു വരിക, കഷ്ടപ്പെട്ട് ഉപവാസം നിന്ന് ഉറക്കം നിന്നത് കൊടുക്കുമ്പോൾ അവർ പറയുകയാണെ അവതരണ ശൈലി മാറ്റണമെന്ന്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതല്ല ദൈവം തന്നത്. കർത്താവ് പാറപ്പുറത്തിരുന്ന് ദരിദ്രരോട് സുവിശേഷം പറഞ്ഞ കർത്താവിനെയാണ് നമ്മൾ നോക്കേണ്ടത്. കർത്താവിനെ നോക്കേണ്ടത് ആ രീതിയില്ല. ദരിദ്രരോട് രക്ഷയുടെ സുവിശേഷം പറഞ്ഞ ദൈവം, ദരിദ്രരോട് രക്ഷയുടെ സുവിശേഷം പറഞ്ഞ കർത്താവിനെ നമ്മൾ നോക്കണം. ഒറീസയിൽ ഒരു കോൺവെൻറ്റിൽ ധ്യാനിപ്പിക്കാൻ ചെന്നിരിക്കുക. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഹോം മിഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് കുടുംബങ്ങളെ ഞങ്ങൾ ഒരുക്കി നിർത്തിയിട്ടുണ്ട്, പ്രാർത്ഥിക്കണം, അവിടെ ഒരു ധ്യാനം വെക്കണമെന്ന്. ഞാൻ പറഞ്ഞു 1 day അല്ലേ, ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പോൾ അവരുടെ ലാംഗ്വേജിലാണ്, ട്രൈബ്സാണ്. സിസ്റ്റർ പറഞ്ഞു ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ മൈക്കും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് അവിടെ ചെന്നപ്പോൾ കുറേ ചെളി ആയിട്ടിങ്ങനെ കിടക്കുന്ന ചെളിയിലിരിക്കുക, ചെളിക്കകത്തിരിക്കുക. കുറേ പേര് ഇരിക്കുന്നുണ്ട്, കുറേ പേര് കുറേ കല്ലെടുത്ത് വെച്ചിട്ട് ആ കല്ലിലിരിക്കുക, കുറേ പേര് അതിനകത്ത് ഇങ്ങനെ മുറുക്കാനൊക്കെ ചവച്ചുകൊണ്ടിരിക്കുക. ഞാനിത് കണ്ടപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വൈറ്റ് ആൻഡ് വൈറ്റ് വാച്ചൊക്കെ കെട്ടി ടൈയൊക്കെ കെട്ടി സൂപ്പറായിട്ട് ഇങ്ങനെ ചെന്ന് നിന്നപ്പോൾ ഇതെല്ലാം ഓരോന്ന് ഞാനിങ്ങനെ അഴിച്ച് കൈയൊക്കെ മടക്കി ചുരുട്ടിക്കയറ്റി ഇവിടം വരെ എത്തി. കാരണം അവരുടെ അവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് ഈശോ പറഞ്ഞത്. അവിടെ ചെന്നപ്പോൾ ഞാൻ എവിടെ സ്റ്റേജ്, അവരുടെ നടുക്കുന്നാൽ മതി. സിസ്റ്റർ പറയാം അവരുടെ നടുക്ക്. അപ്പോൾ ഞാൻ സിസ്റ്റർ എൻ്റെ ഷൂസ് അഴുക്കാവൂലേ, അവരുടെ നടുക്ക് നിൽക്കണം, ഇവിടുത്തെ അതാണ് അതിൻ്റെ രീതി. സിസ്റ്റർ പറയാൻ പേടി. ഷൂസ് അഴിച്ച് മാറ്റി സോക്സ് മാറ്റി പാൻറ്റ് മുട്ടോളം പൊക്കി വെച്ചിട്ട് അതിന് നടുക്ക് നിന്ന് കയ്യിൽ ബൈബിൾ പിടിച്ച് സിസ്റ്റർ കൂടെ നിന്ന് വചനം പ്രസംഗിക്കുക. ഇത് കണ്ടില്ല, ഇരിപ്പ് കണ്ടോ, രാജപദവിയിൽ ഞെളിഞ്ഞിരിക്കുക, ഉറങ്ങുക. പക്ഷെ ആ വചനം കൊടുത്തപ്പോൾ ഞാൻ നിന്ന് കരഞ്ഞു. കാരണം ഈശോ എന്ത് ചെയ്തോ അത് ചെയ്യുമ്പോഴുള്ള വ്യത്യാസമുണ്ട്. ഞാൻ കരഞ്ഞ് ക്ലാസ് എടുത്ത സ്ഥലം. അവർ ഞാൻ പറയുന്ന അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. സിസ്റ്റർ അവരുടെ ലാംഗ്വേജിൽ അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ കരഞ്ഞാണ് അത് കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാർ. പ്രിയപ്പെട്ട ദൈവജനമേ, അതാണ് വചനം. ഇന്ന് കേരളത്തിൽ ഇങ്ങനെ വചനം കൊടുക്കുന്നില്ല. പകരം വചനം പ്രസംഗിക്കുന്ന വ്യക്തി, അവതരിപ്പിക്കുന്ന രീതി, അവരുടെ പ്രസൻറ്റേഷനൊക്കെയാണ് ഇന്ന് കേരളത്തിലുള്ള കത്തോലിക്കര് നോക്കുന്നത്. അതുമാത്രമാണ്, ക്വാളിറ്റി നോക്കിയിരിക്കുകയാണ്, അവതരണത്തിൻ്റെ ക്വാളിറ്റി നോക്കിയിരിക്കുക. ഈശോ തോറ്റ് കുറഞ്ഞു വരിക. നിങ്ങളെന്താ വിചാരിച്ചത്? ഓരോ മാധ്യമത്തിലൂടെ കർത്താവിനെ പ്രഘോഷിക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ എണ്ണം കൂടുതൽ കണ്ടിട്ട് നിങ്ങൾ സന്തോഷിക്കാമെന്നാണോ? കർത്താവ് സന്തോഷിക്കാമെന്നാണോ നിങ്ങളുടെ വിചാരം? കർത്താവ് ദുഃഖിച്ചുകൊണ്ടിരിക്കുക. കാരണം പ്രഘോഷിക്കപ്പെടുന്ന ഈശോയേക്കാൾ മോട്ടിവേഷൻ സ്പീക്കറായിട്ട് മാറിക്കൊണ്ടിരിക്കുക സുവിശേഷ പ്രഘോഷകർ. മോട്ടിവേഷൻ കൊടുക്കുക. മോട്ടിവേഷൻ അല്ല കർത്താവ് കൊടുത്തത്. കർത്താവ് ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ നിനക്ക് ദുരിതം എന്ന് പറഞ്ഞവനാ ദൈവം. കൊറാസിൻ, നിനക്ക് ദുരിതം എന്ന് പറഞ്ഞവനാ ക്രിസ്തു. ചാട്ടവാറെടുത്ത ക്രിസ്തുവിനെ നമുക്ക് കാണാൻ പറ്റും. ദുരിതം പ്രസംഗിക്കേണ്ടടുത്ത് ദുരിതം പ്രസംഗിക്കണം. യോന പ്രസംഗിച്ചത് ദുരിതത്തെക്കുറിച്ചാണ്. മാനസാന്തരപ്പെടണം, കൊടുക്കണം എന്ന് പറയേണ്ടടുത്ത് അത് പറയാതെ മോട്ടിവേഷൻ കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ച് കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇന്ന് ശുശ്രൂഷകരിലുള്ളത്. ഇത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളെയും സാത്താൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇവരാരും, ഈ ടോക്ക് കേട്ടിരിക്കുന്നവരാരും ധ്യാനം കൂടാനോ യഥാർത്ഥ വചനം ശ്രവിക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല. കാരണം ഇതിങ്ങനെ ക്യാപ്സ്യൂൾ പരുവത്തിൽ ഉറക്കം ഉണർന്നു കഴിയുമ്പോൾ തന്നെ കേൾക്കാൻ പാകത്തിന് സാത്താൻ ഒരുക്കി വെച്ചിരിക്കുക. ദൈവമല്ല ഒരുക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു അല്ല ഇതൊരുക്കി വെച്ചിരിക്കുന്നത്. കാരണം വിളമ്പുന്നത് വചനമല്ല, ആശ്വസിപ്പിക്കുന്ന കുറേ കണ്ടന്റുകളുള്ള കുറേ സന്ദേശങ്ങളാണ്. അത് ലോകത്തിൻ്റെതാണ്.
അത് മറ്റു പല ആൾക്കാർക്കും കൊടുക്കാൻ പറ്റും. പല സ്വാമിമാരും ഇത് കൊടുക്കുന്നുണ്ട്, പല സ്ഥലത്തിലുള്ള മുസ്ലിയാരുമാരും ഇത് കൊടുക്കുന്നുണ്ട്, പല സ്ഥലത്ത് മറ്റു പല മതസ്ഥരും ഇത് പ്രഘോഷിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ കർത്താവിൻ്റെ വചനത്തെ കൊണ്ടുവന്നിടുക. പ്രിയപ്പെട്ടവരെ, ഈശോ ഇതിൽ സന്തോഷിക്കുകയല്ല, ദുഃഖിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുന്നതെല്ലാം നിങ്ങൾക്ക് നാശത്തിനാകരുത്. ആ സമയത്ത് നിങ്ങൾ ഇരുന്ന് വചനം വായിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവനെ ദൈവം വിളിച്ചത് ആത്മവഞ്ചകനെന്ന. നിന്റെ ആത്മസ്ഥിതിയെ നീ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശ്വാസം കിട്ടുന്ന വചനങ്ങൾ മാത്രം കേൾക്കാനായിട്ട് ഓപ്പൺ ചെയ്യുന്ന, സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുന്ന ചാനലുകൾ നിങ്ങൾക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ആശ്വാസം മാത്രം ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കല്ലേ. അവൻ പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടിട്ടാണ് രക്ഷ തന്നതെന്നുള്ളത് മറക്കരുത്. അവൻ പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിലെത്തിയതിനു ശേഷം നമ്മളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ തരാമെന്ന് പറഞ്ഞവനാ. അവൻ സഹിച്ച വഴികളിലൂടെ വേണം വചനത്തെ വിളമ്പാൻ. ഹല്ലേലൂയാ. അവൻ സഹിച്ചത്, അവൻ പറഞ്ഞത് മാനസാന്തരപ്പെടുവിൻ. സ്നാപകൻ പറഞ്ഞത് കേൾക്കണം. പ്രിയപ്പെട്ടവരെ, അണലി സന്തതികളെ എന്ന് വിളിച്ച അവസാനത്തെ പ്രവാചകൻ, അണലി സന്തതികളെ എന്ന് വിളിച്ചുകൊണ്ട്, കർത്താവിനെ കൊടുത്തത് അണലി സന്തതികളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. മുന്നും പിന്നും നോക്കാതെ എടുത്തു പറയാനുള്ള അഭിഷേകം ഉണ്ടായിരുന്ന പ്രവാചകന്മാരെ എഴുതി വെച്ച വചനങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ജനങ്ങൾ ഇതല്ല കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് ആശ്വാസം കിട്ടണം, അവർക്ക് രോഗസൗഖ്യം കിട്ടണം. അവർ പ്രാർത്ഥിക്കുമ്പോൾ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു കസ്റ്റമർ കെയർ യൂണിറ്റായിട്ട് കർത്താവിനെ കാണുന്ന ജനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ. അത് ഹല്ലേലൂയാ. ഈശോ പറയുന്നു, ഇതല്ല വചനം, ഇതല്ല വചന പ്രഘോഷണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിങ്ങൾ പഴയ ധ്യാനഗുരുക്കന്മാരെ എടുത്തൊന്ന് നോക്കിയേ, അവർ ധ്യാനങ്ങൾ പ്രസംഗിച്ച രീതി ഒന്ന് എടുത്തു നോക്കിയേ. നിങ്ങൾ ഈ ന്യൂ ജൻ ധ്യാനഗുരുക്കന്മാരെ നിങ്ങളൊന്ന് എടുത്തു നോക്ക്. രാപകൽ വ്യത്യാസം കാണാൻ പറ്റും, അഭിഷേകത്തിൽ വ്യത്യാസം കാണാൻ പറ്റും. എന്തുകൊണ്ടാ? മാധ്യമങ്ങളിൽ ആശ്രയിക്കുമ്പോൾ, മാധ്യമങ്ങൾ വഴി ദൈവത്തെ കൊടുക്കുമ്പോൾ അതിൽ ദൈവം സംപ്രീതനാകുന്നതെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതിൽ ദൈവം സംപ്രീതനാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവിടെ താക്കീത് കൊടുക്കേണ്ടടുത്ത് താക്കീത് തന്നെ കൊടുക്കണം. ആശ്വാസമല്ല എല്ലായിടത്തും വർക്ക് ചെയ്യുന്നത്. താക്കീത് കൊടുക്കേണ്ടടുത്ത്, ഒരുങ്ങേണ്ടടുത്ത് ഒരുക്കണം. വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറയണം. നമ്മുടെ മക്കൾ വഴിപഴച്ചു പോകുന്നത് പോലെ തന്നെയാണ് ഇന്ന് സഭയിൽ ക്രിസ്ത്യൻസിൻ്റെ അവസ്ഥയും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ശക്തി നമ്മളിലേക്ക് ഇറങ്ങുന്നതിന് തടസ്സം നിൽക്കുന്ന തിന്മയുടെ അരൂപികളുണ്ട്, ചില ബോധ്യങ്ങളുണ്ട്, തെറ്റായ ധാരണകളുണ്ട്. പ്രിയമുള്ള ദൈവജനമേ, ചിലർ നോട്ടിൽ വചനം എഴുതി വെച്ചിട്ട് സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന വചനം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. ആ വചനം എഴുതി വെച്ചിട്ട് ആ നോട്ടും കൊണ്ട് പേഴ്സിൽ 24 മണിക്കൂറും പേഴ്സിൽ ആ നോട്ട് ഇട്ട് വെച്ചിരിക്കുക. ഈ നോട്ട് കയ്യിലുണ്ടെങ്കിൽ ബാക്കിയുള്ള നോട്ടിന് ഈ നോട്ടിലേക്ക് ഒരു ആകർഷണം തോന്നുള്ളൂ. ഈ നോട്ടിലൊന്നും തമ്പുരാൻ്റെ വചനം എഴുതി വെക്കരുതേ. ഈ നോട്ട് തന്നെ അമ്പലത്തിൽ കാണിക്കേണ്ടതായിരിക്കും. ഒരു മന്ത്രവാദിയുടെ അടുത്ത് ഈ നോട്ട് പോയിട്ടുണ്ടാവും, മറ്റ് പല സ്ഥലങ്ങളിൽ ഈ നോട്ട് പോയിട്ടുണ്ടാവും, മറ്റ് പല ഭാവാവസ്ഥകളിലൂടെ കടന്നു വന്ന നോട്ടിൽ. നിങ്ങൾ അങ്ങനെയുള്ള നോട്ടുകളെ ഒന്നും വിഗ്രഹങ്ങളാക്കി വെക്കരുത്, തെറ്റാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ ശക്തി, കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ അഭിഷേകം, ഇതെല്ലാം ഒറ്റ കാര്യത്തിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന സഹനങ്ങൾ, നിങ്ങളുടെ കണ്ണുനീര്, നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങളായിരിക്കുന്ന അവസ്ഥകളെല്ലാം തമ്പുരാന് കാഴ്ചവെക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കൃപയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ഹല്ലേലൂയ. എഴുന്നേറ്റ്